السلام عليكم ورحمة الله وبركاته. സലാം അടക്കിയത് കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത്ര തന്നെ പറയണം. അലൈക്കും സലാം മാത്രം പറഞ്ഞാൽ പോരാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ജുമാ ദിവസം ഖതീബ് ഉസ്താദ് മിമ്പറിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ മടക്കുന്ന ആളുകള് മടക്കിയ ശബ്ദം കേൾക്കണം. ഒരാളെന്തെങ്കിലും ശബ്ദം കേൾക്കണം. അത് ഫർളാണ്, നിർബന്ധമാണ്. നല്ല വലൈക്കും സലാം അത് പറ്റൂല, പോരാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله مولانا العلي العظيم. لا يؤمن أحدكم حتى يكون هواء تبعا لما جئت به. صدق رسول الله صلى الله عليه وسلم. بذكر الله تنمعك الذنوب وتنفتح البصائر والقلوب. وذكر الله أفضل كل شيء كذا قال الحبيب والإله. وعلموا أمة سيدنا ومولانا محمد. صلاة تجيب إلا صلاة إبيلو. ദിവസം അത് കേട്ടിട്ടും സലാത്തിനൊന്നും കൂടിയിട്ടില്ല ശബ്ദം. അലമു ഉമ്മത്ത് സയ്യിദനാ മൗലാന മുഹമ്മദ്. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഖൽബിൽ മദീനയെ ഓർമ്മിച്ചുകൊണ്ട്, ഖൽബിൽ ഓർമ്മിച്ച് കണ്ണിൽ മദീനം കണ്ടതുപോലെ എൻ്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്നോട് ഇങ്ങോട്ട് എന്നെയും ആഗ്രഹിക്കുന്നു എന്ന ആ വലിയ നിയത്ത് വെച്ച് അവിടെ പിരിന്റെ അപ്പുറം ഇരിക്കുന്ന ഉമ്മമാർ, കസാലയിൽ ഇരിക്കുന്ന ഉമ്മമാർ, അവിടെ ഇവിടെയും നടക്കുന്ന പെൺമക്കള്, ആൺമക്കൾ, ബാല്യക്കാർ എല്ലാവരും 2 മിനിറ്റ് ഒന്ന് സ്റ്റോപ്പായി എണീച്ചു നിൽക്കണം. എല്ലാവരും 2 മിനിറ്റ്. ഖൽബിൽ മദീന. ഉമ്മമാരും എണീക്കണം. മദീന. അവിടെയുള്ള പെൺമക്കൾ, നടക്കുന്ന കുട്ടികള് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് അവിടെ സ്റ്റോപ്പ് നിൽക്കണം. റോട്ടിന്റെ വക്കിൽ നടക്കുന്ന ബാല്യക്കാരും നിൽക്കണം. എല്ലാവരും 2 മിനിറ്റ് നാവ്, വായ പൂട്ടി ഞാൻ പറയുന്നത് മാത്രം ചൊല്ലി എല്ലാവരും നിൽക്കണം. ആ നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള നിങ്ങൾ ആ ഇടയിലുള്ള കസാലകൾ ഒന്ന് ഫുള്ളാക്കണം. മുമ്പിൽ വന്നിട്ട് എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി നോക്കുമ്പോൾ നിങ്ങളെ നല്ലൊരു സദസ്സ്, ഒരു മൊഞ്ചുള്ള സദസ്സ്, ഒരു കസാല വഴിവില്ലാത്തൊരു സദസ്സ് അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ വലിയ സന്തോഷം. അവർ എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ആ സദസ്സ് വളരെ ഭംഗിയാവണം എന്ന് ആശിച്ചിട്ട്
ഒരു കസാലയും ഒഴിവുവെക്കാതെ ഫുള്ളായി മുമ്പിലേക്ക് വന്നു. എല്ലാവരും വന്ന് ആ നിലക്ക് ഇരിക്കുമ്പോൾ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ അൽ മുബാറക് ജുമാ മസ്ജിദിന്റെ മുമ്പിലുള്ള ഈ സദസ്സിലേക്ക് ഈ സമയത്ത് നമ്മളെ നോക്കുന്നു. ഒരു മഹാൻ നിസ്കരിക്കുന്നു, മുരീദന്മാരെ കൊണ്ട് നിസ്കരിക്കുമ്പോൾ ഉസ്താദ് അത്തഹിയ്യാത്ത് ഓതിയിട്ട് സലാം വീട്ടുന്നില്ല. ആ വലിയ ശൈഖായ ഉസ്താദ് സലാം വീട്ടുന്നില്ല. പിന്നെയും കുറെ കാത്തു, മോമിങ്ങൾ അത്തഹിയ്യാത്ത് തീർന്നു, പിന്നെയും അത്തഹിയ്യാത്ത് ഓതി തീർന്നു. പിന്നെ കുറച്ചു കഴിയുമ്പോൾ ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടി. നിസ്കാരം കഴിഞ്ഞ ഉടനെ ബേക്കിലുള്ള മുഅ്മിനീങ്ങളായ ശിഷ്യന്മാർ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദേ, അത്തഹിയ്യാത്തിൽ നിങ്ങൾക്കെന്തോ മറന്നുപോയോ? അത്തഹിയ്യാത്തിൽ നിങ്ങൾക്ക് ഓതാൻ വിട്ടതാണോ, മറന്നതാണോ, ഉറങ്ങിപ്പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, ആ മഹാൻ പറയുന്നു, എല്ലാ നിസ്കാരത്തിലും ഞാൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ അപ്പത്തന്നെ മദീനത്തുനിന്ന് എന്റെ സലാം മടക്കും. ആ സലാം മടക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഇന്നത്തെ അത്തഹിയ്യാത്തിൽ ഞാൻ സലാം പറയുമ്പോ എന്റെ സലാം മടക്കിയില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ എന്റെ സലാം മടക്കുന്നില്ല. പിന്നെയും ഞാൻ സലാം ചൊല്ലി മടക്കുന്നില്ല. എന്റെ ഖൽബ് പൊട്ടിക്കരഞ്ഞു. പിന്നെയും സലാം ചൊല്ലി മടക്കുന്നില്ല. പിന്നെയും ചൊല്ലി മടക്കുന്നില്ല. പിന്നെയും പറഞ്ഞപ്പോൾ മദീനത്തുനിന്ന് സലാം മടക്കി വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം മടക്കിയപ്പോഴാണ് ഞാൻ അത്തഹിയ്യാത്ത് പൂർത്തിയാക്കി നിസ്കാരത്തിന് സലാം വെട്ടിയത്. ആ മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. ഞങ്ങളെ ഉസ്താദ്, ഞങ്ങളെ ശൈഖ് എല്ലാ ദിവസവും സലാം പറയുമ്പോ ആ സലാം മദീനത്തുനിന്ന് മടക്കിയിട്ടത് കേൾക്കുന്നവരായിരുന്നല്ലോ. ഞങ്ങൾക്ക് അത് ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇവിടുന്ന് ചെല്ലുന്ന സലാം ആ മദീനത്തുനിന്ന് കേട്ടിട്ട് സലാം മടക്കുന്നവരിൽ അല്ലാഹുവേ, ഈ പാവങ്ങളായ ഞങ്ങള്, ഈ സാധുക്കളായ ഞങ്ങള്, തെറ്റിലും കുറ്റത്തിലും മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങള് സലാം മദീനയെന്ന് മടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. ആ സലാം അവിടുന്ന് മടക്കിയാ ഞങ്ങൾ രക്ഷപ്പെടും റബ്ബേ. ആ രക്ഷ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നടുത്തു വന്നു. എല്ലാവരും ആ കസാലകൾ പൂർണ്ണമാക്കി. ഉമ്മമാരൊക്കെ എണീച്ചു നിന്ന് മൊബൈൽ എടുക്കണ്ട, സംസാരിക്കണ്ട. കുട്ടികളൊക്കെയും നിന്നോ ഒന്ന് അങ്ങോട്ട് വിളിച്ച് മദീനത്തേക്ക് ഒന്ന് വിളിച്ചിട്ടൊരു സലാം പറയാ. നമ്മളെ സലാം ഇപ്പൊ തന്നെ കേട്ടിട്ട് അവിടുന്ന് മടക്കും എന്ന വിശ്വാസത്തിലൂടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഒരു സലാത്തും സലാമും മദീനയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാവരുടെ മനസ്സിലും എന്റെ സലാം ഹബീബ് കേൾക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. ഞാൻ ആ വിശ്വാസിയാണ്, ആ സുന്നി ആദർശമുള്ളവനാണ് എന്ന വിശ്വാസത്തിലൂടെ തങ്ങൾ കേൾക്കുമെന്ന ബഹുമാനത്തോടെ, ആശയോടെ, ആഗ്രഹത്തോടെ പെണ്ണുങ്ങൾ വളരെ വലിയ ശബ്ദമെടുക്കാതെ നിങ്ങൾ അവിടെ കേൾക്കുന്ന നിലക്ക് ശബ്ദം, ആണുങ്ങൾ ഉറക്കെ റസൂലുള്ളാഹിനെ ഇഷ്ക് വെച്ചിട്ട് ഒരു സലാത്തും സലാം നമുക്ക് ചൊല്ലാം. അതാണ് നമ്മുടെ സദസ്സിന്റെ ഇന്നത്തെ പ്രത്യേകത. കുറെ വാല് പറയാൻ
പറയാനും വരെ കേൾക്കാനുമല്ല നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നമ്മളെ ഖൽബിന്റെ ഉള്ളിൽ വന്നാൽ എന്തും നമ്മളെ കയ്യിലില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും. ഒന്നെല്ലാവരും ഓർമ്മിക്കൂ, ചിന്തിക്കൂ. മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ആരും നിന്ന് ബുദ്ധിമുട്ടായി എന്ന് തോന്നാൻ പാടില്ല. വിളിച്ചോളി, പറഞ്ഞോളി, യാ നബി സലാം അലൈക്കും യാ റസൂൽ യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും അൻത ശംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗക നൂരി അൻത ഇക്സിറുൻ വഗാലി أنت مصباح صدوري يا نبي يا رسول يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليه أرحم الراحمين هل ملك الجبار يا الله ഈ സാധുക്കളായ ഞങ്ങൾ അപ്പുറമിരിക്കുന്ന ഉമ്മമാർ ഞങ്ങളെല്ലാവരുടെ ഖൽബിലും നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഇഷ്ഖ് നീ ഇട്ട് തന്നുകൊണ്ട് ഞങ്ങൾ ആ വിളി മദീനയിൽ നിന്ന് കേട്ട് എന്റെ പാവപ്പെട്ട ഉമ്മത്തിമാർ എന്നെ മറന്നിട്ടില്ല, അവരെന്നെ വിളിച്ചിട്ട് സലാം പറയുന്നു എന്ന സന്തോഷത്തോടുകൂടി ഞങ്ങളെ സലാം അവിടുന്ന് കേട്ട് മടക്കിയവരിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനേ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങളെ ഖൽബിലേക്ക് തരണം റബ്ബേ. നിന്റെ ഹബീബിനോട് നീ വന്ന് ഞങ്ങളെ നോക്കാൻ പറയണം അല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കാൻ പറയണം റബ്ബേ. ഞങ്ങൾക്ക് അവിടുത്തെ ശഫാഅത്തല്ലാത്ത അവിടുത്തെ റഹ്മത്ത് അല്ലാതെ അവിടുന്നുള്ള ആ അഭയമല്ലാതെ ഞങ്ങൾക്ക് ഒരു അഭയമില്ല റബ്ബേ. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്നാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾ എവിടത്തേക്കാണ് തങ്ങളെ വിട്ടിട്ട് വേറെ എവിടത്തേക്കാണ് ഞങ്ങൾ ഓടേണ്ടത്? ഞങ്ങൾക്ക് ഓടാനും പറയാനും ചൊല്ലാനും തങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് മഹാന്മാര് പൊട്ടി പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ്, ഈ സമാപന മജ്ലിസ് നിന്റെ ഹബീബിന്റെ വലിയ കാരുണ്യം ചൊരിയുന്ന, ഹബീബിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന മജ്ലിസാക്കി നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷം പുറത്തു തരണമല്ല, ഞങ്ങളെ അയ്ബുകൾ മറച്ചു തരണമല്ല. ഞങ്ങൾക്ക് നീ മാരകമായ രോഗം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം ഫഖീർ തരം തരല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ, വശറാക്കല്ലേ അല്ലാ, ഐബാക്കല്ലേ റബ്ബേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ഈ ഭാഗത്ത് ഇവിടെ സ്ഥലമുണ്ട്, കുറച്ച് കസാലകളുണ്ട്, അവിടെ അങ്ങോട്ട് വെച്ചോണ്ട് പോണ്ട, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്നോളൂ, അടുത്തിരുന്നോളൂ. അല്ല, നിങ്ങൾക്ക് നല്ലൊരു ബഹുമാനപ്പെട്ട തങ്ങൾ വന്നാലും ആലിമീങ്ങൾ വന്നാലും ഒക്കെ നല്ലത് അടുത്തിരിക്കലാണ്. എത്ര നിങ്ങൾ ദൂരത്ത് ആകുന്നുവോ
അതനുസരിച്ച് അതിന്റെ ഗുണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അതാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോരാ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബിന്റെ തൊട്ടടുത്ത് വലഭാഗത്ത് സലാം പൂട്ടുമ്പോൾ ആദ്യം തങ്ങൾ കാണുന്നത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് വരെ ഒരിക്കലും വലഭാഗത്ത് സലാം പൂട്ടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ മുഖമാണ്. അല്ലാഹു ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ പോയിട്ട് സലാം പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ടല്ലേ മദീനയിലെത്തിയാൽ അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഒരു 2 ചവിട്ടി ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കൊരു ദ്വാരത്തിലൂടെ ഒരു വാൾസിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാം ഖബറിന്റെ അകത്ത്. നിസ്കാരത്തിൽ ജീവിതകാലം മുഴുവനും എൻ്റെ അടുത്ത് നിന്ന അബൂബക്കറിനിക്ക് എൻ്റെ അടുത്ത് തന്നെ സീറ്റ് കൊടുക്കണം. അതില്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മയ്യത്ത് കൊണ്ടുപോയിട്ട് സിദ്ദീഖ് തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് വസിയത്താക്കിയിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ ജനാസ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മറടക്കണം. ഖബർ നിങ്ങൾ ആയിഷയോട്, എന്റെ മകൾ ആയിഷന്റെ വീടല്ലേ, ആയിഷാട് ചോദിച്ചിട്ട് സമ്മതം എടുത്തിട്ട് നീ ഖബർ കൊഴിച്ചോളി, ഖബർ കൊഴിച്ചിട്ട് നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോയിട്ട് ഖബറിൽ മറമാടുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ മയ്യത്ത് അവിടെ വെച്ചിട്ട് പറയണം, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഹാദിഹി ജനാസത്തു അബീ ബക്കർ സിദ്ദീഖ്, ഇതാ നബിയേ സിദ്ദീഖുൽ അക്ബറിന്റെ മയ്യിത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ കാലിന്റെ അടുത്തായിട്ട് ഒരു ഖബർ കുഴിച്ചിട്ടുണ്ട്, ആ ഖബറിൽ തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ മയ്യിത്ത് ഞങ്ങൾ മറമാടട്ടെ എന്ന് ചോദിക്കണം. നിങ്ങൾ എന്റെ മയ്യിത്ത് അവിടെ കൊണ്ടുപോയിട്ട് ചോദിക്കാതെ മറടക്കരുത്. കേൾക്കണം മുതഅല്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബായ ഉസ്താദിനോട് കാണിക്കുന്ന അദബ് നോക്ക് നിങ്ങൾ. മരണപ്പെട്ടതിന് ശേഷം എന്റെ ജനാസ കൊണ്ടുപോയിട്ട് കുഴിച്ച ഖബറിൽ പെട്ടെന്ന് മറമാടരുത്. അവിടെ എന്റെ ഹബീബായ, എന്റെ സയ്യിദായ, എന്റെ ശൈഖായ, എന്റെ ഉസ്താദായ, എന്റെ എല്ലാമായ അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്നുണ്ട്, സമ്മതം ചോദിക്കണം. ആരാ മക്കളെ സംസാരിക്കുന്നു? അല്ലാഹു നമ്മളെ മക്കളൊക്കെ നല്ല മക്കളാക്കി തരട്ടെ, നല്ല മക്കളാക്കി തരട്ടെ. ശാലയിലും മദ്രസയിലും കോളേജിലെല്ലാം നല്ല A+ ആയിട്ട് അല്ലാഹു നമ്മളെ മക്കളെ പാസ്സാക്കി തരട്ടെ. മക്കളെ കൊണ്ട് ടെൻഷനാകുന്ന മക്കൾ അല്ലാഹു ആക്കാതിരിക്കട്ടെ, ആൺമക്കളെയും പെൺമക്കളെയും. അങ്ങനെ ജനാസ കൊണ്ടുപോയി കേൾക്കുന്നുണ്ടോ? ധാരാ ഒരാൾ നിങ്ങൾ ഇവിടെ ഇരുന്നോ, അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. നമ്മുടെ ആളല്ലേ ഓലെ, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഒറ്റക്ക് അവിടെ ഇരിക്കണ്ട. ഒറ്റക്ക് ഇരുന്നാൽ മൻ ശദ്ദ ശുദ്ദ ഫിന്നാർ, ഇവിടെ ഒറ്റപ്പെട്ടു പോയാൽ നരകത്തിലും ഒറ്റപ്പെടും, ശൈത്താൻ തട്ടിയെടുത്ത് കൊണ്ടുപോകും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ആള് മതിയാവാഞ്ഞിട്ടല്ല കേട്ടാ, ഇവിടെ ഇരുന്നോളി, അതാ നിങ്ങൾക്ക് നല്ലത്. നല്ലത് പറയണല്ലോ. ആ ഇൻഷാ അല്ലാഹ്. ആ ആള് നമ്മളെ നാട്ടിലെ ആളല്ലേ. ആ
ആയിക്കോട്ടെ, ഇവിടെ ഇവിടെ അയാളെ നോക്കല്ല, ഞാൻ അയാളെ സ്നേഹിച്ചിട്ട് ഇവിടെ ഇരുത്താൻ പറഞ്ഞു. ഒപ്പരി കേൾക്കുന്നുണ്ടോ? എന്താ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞ അയാൾ ഇരിക്കുന്നു പറഞ്ഞത്? അതല്ല, അത് പറയല്ല, അത് അയാളോട് പറഞ്ഞത് കഴിഞ്ഞു. എന്താ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മയ്യിത്ത് ആ ജനാസ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു. എന്നിട്ട് നേരത്തെ പറഞ്ഞ വസിയത്തുണ്ട്, എന്റെ ജനാസ കുഴിച്ച ഖബറിൽ കിടത്തണമെങ്കിൽ അള്ളാന്റെ ഹബീബിനോട് സമ്മതം ചോദിക്കണം. അവിടെ കൊണ്ടുപോയിട്ട് യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഇതാ അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഖബറിൽ മറ അടക്കണോ? അവിടുന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മതം തന്നാൽ ഇവിടെ മറ അടക്കാം, ഇല്ലെങ്കിൽ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയിട്ട് മറ അടക്കാനാണ് ഞങ്ങളോട് വസിയത്ത്. തങ്ങൾ അവിടുന്ന് സമ്മതിച്ചാൽ ഈ ജനാസ ഇവിടെ മറ അടക്കാം. സ്വഹാബത്ത് ചോദിക്കുന്നു, സഹോദരന്മാരെ, ഇത് ചോദിക്കുന്ന ഒരു സ്വഹാബിന്റെ കൽബിലും ഹൃദയത്തിലും എന്ത് വിശ്വാസമില്ല. 2 കൊല്ലവും 2.5 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ അബൂബക്കർ സിദ്ദീഖിനോ 2 മരണപ്പെട്ടു പോയ മുഹമ്മദുർ റസൂലുള്ളാഹി, സലാത്ത് പോരാ, ചണ്ടിയായി പോയി, മഞ്ഞു പിടിച്ചോ, മുഹമ്മദുർ റസൂലുള്ളാഹി. മക്കളെ ഉറക്ക സലാത്ത് ചൊല്ല്, മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങൾ വഫാത്തായിട്ട് കൊല്ലം 2.5 കഴിഞ്ഞിട്ടുണ്ട്, 2 കൊല്ലം ചില്ലറ മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 കൊല്ലം കഴിഞ്ഞ റസൂലുള്ളാഹിയുടെ ആൾ ചോദിച്ചാൽ അവിടുന്ന് മറുപടി കിട്ടുമോ ഇല്ലേ? ഒരു സംശയം ഒരു സ്വഹാബിന്റെ കൽബിലില്ല. എന്തേ? അന്ന് ബിദ്അത്ത് വന്നിട്ടില്ല, സലഫിസം വന്നിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിസം വന്നിട്ടില്ല, തബ്ലീഗിസം വന്നിട്ടില്ല. ഒരീസവും വരാതെ കറകളഞ്ഞ സുന്നി ആശയമുള്ള സ്വഹാബത്തിന് സിദ്ദീഖുൽ അക്ബർ ഈ വസിയത്ത് പറയുമ്പോൾ ഒരു ചെറിയ സംശയമില്ല. ഒരു ചെറുതും വലുതുമായ സ്വഹാബി ചോദിച്ചില്ല, അല്ല അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ അവിടുന്ന് സമ്മതം ചോദിച്ച കിട്ടോ? 2.5 കൊല്ലം മുമ്പ് മരിച്ചിട്ട് മറ അടക്കിയ റസൂലുള്ളാഹി തങ്ങള് ഖബറിന്ന് സമ്മതം തരുമോന്ന് ചോദിച്ചില്ല. അതാണ് സുന്നി. കേൾക്കുന്നില്ലേ? ഇവിടെ ഉള്ള കേൾക്കുന്നില്ലേ? നമ്മളെ ബഹുമാനിച്ചിട്ടാടെ ഇരുത്തിനെ കേൾക്കാൻ തന്നെ. അല്ലാഹു ആഖിറത്തിലും ബഹുമാനം തരട്ടെ. ഇവിടെ മാത്രം ബഹുമാനിച്ചാൽ മതിയോ? കൂട്ടാത്തെ മതിയോ? ആഖിറത്തിൽ നമ്മളെ ആദരിക്കണം. അല്ലാഹു ആഖിറത്തിൽ ആദരിക്കുന്ന ആയത്തുണ്ടല്ലോ, വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിയത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. അതാ ബഷീർ ഹസൻ ഉസ്താദ് ഞാൻ ചോദിക്കുന്നത്, ആയത്ത് തെറ്റി അപ്പോൾ അയാൾ തിരുത്തും. ഇത് ഖുർആനാണ്. ഇവിടെ ഒരു സ്റ്റേജിൽ ഇരുത്തിയിട്ട് നമ്മൾ ആദരിച്ചിട്ട് ഇയാൾ ആ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, ഈ ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്, ഖത്തീബാണ്, മുദർരിസാണ്, ആകാശാണ്, ഭൂമിയാണെന്നെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഒരു നല്ല ഐസിന്റെ വെള്ളം കുടിച്ചാലാവും. പക്ഷേ ആ സമയത്തെല്ലാം വേണം, മനസ്സിന്റെ ഉള്ളിൽ വേണം, റബ്ബേ നിന്റെ പള്ളിന്റെ പേര് പറഞ്ഞു, നിന്റെ ദർസിന്റെ മദ്രസിന്റെ പേര് പറഞ്ഞിട്ട്, നിന്റെ ദീനിന്റെ സംഘടന്റെ പേര് പറഞ്ഞിട്ട് എന്നെ ആദരിക്കുന്നു, എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുന്നു റബ്ബേ. പക്ഷേ ഞാനൊന്നും അതിന് പറ്റിയവനല്ലല്ലോ.
ഞാൻ അതിനൊന്നും പറ്റിയവനല്ലല്ലോ റബ്ബേ. എന്നെ നീ ഇവിടെ ആദരിച്ചിട്ട് ഇവരെ കൊണ്ട് ആദരിപ്പിച്ചിട്ട് നാളെ നിന്റെ റബ്ബിന്റെ കോടതിയിൽ നീ എന്നെ വഷളാക്കല്ലേ. ഞമ്മ അന്ന് ആദരിച്ച മനുഷ്യനെയാണോ നരകത്തിലേക്ക് ചങ്ങലയിട്ടിട്ട് കൊണ്ടുപോകുന്നത്? ഈ ചങ്ങലയിട്ടിട്ട് കൊണ്ടുപോകുന്നവനെയാണോ നമ്മൾ ദുനിയാവിൽ ആദരിച്ചത്? എന്നാളുകളെ മുമ്പിൽ വഷളാക്കുന്നൊരവസ്ഥ എനിക്ക് നീ തരാതെ എന്നെ നീ ആഖിറത്തിൽ ആദരിക്കുന്നവരെ കൂട്ടത്തിൽ, നിന്റെ സ്വർഗം തന്ന് ആദരിക്കുന്നവരെ കൂട്ടത്തിൽ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ എന്ന് സ്വർഗത്തിന്റെ ആ കാക്കുന്ന മലക്കുകൾ പറയുന്ന കൂട്ടത്തിൽ എന്നാക്കണം അല്ലാഹ് എന്നെല്ലാവരും മനസ്സിലായി. അല്ലാത്ത ആചാരത്തിൽ തിരിഞ്ഞ അതാണ് സാലെല്ലാം ഇട്ടിട്ട് മാലയെല്ലാം ഇട്ടിട്ട് ആദരിച്ചിട്ട് അവിടെ ചങ്ങലിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാലോ? അപ്പൊ ഞാൻ വിചാരിക്കും യോനെ ഞമ്മന്ന് ആദരിച്ചത്, ഈ ചങ്ങലിട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നവനെ ഞമ്മ ആദരിച്ചത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ പറഞ്ഞത്? ഇതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് പറയാണ്, 2.5 കൊല്ലം മുമ്പ് മരിച്ചിട്ട് മറഅടക്കപ്പെട്ട നബിയോട്, ആരി മഹാന്മാരായ സ്വഹാബത്ത്, ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അങ്ങനെ തുടങ്ങുന്ന വലിയ പർവ്വതങ്ങളെ പോലെ മലകളെ പോലെയുള്ള സ്വഹാബത്ത് അവർ വന്നിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ 1ാം ഖലീഫന്റെ അമീറുൽ മുഅ്മിന്റെ ജനാസ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇതാ അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസ കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ. ഈ ഖബറിൽ കടത്താൻ സമ്മതം വേണം. സമ്മതം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോകുന്നു. ഓ ചെറുപ്പക്കാരെ, ഓ ഉമ്മമാരെ, സുന്നി ആദർശം വെച്ച് ജീവിച്ചു മരിക്കാൻ എല്ലാ സമയത്തും തയ്യാറായി നിന്നോ. അതിൽ ചെറിയ വെള്ളം ചേർക്കണ്ട. ഈ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ കണ്ടോ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് മറുപടി പറയുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ ഹബീബിന്റെ അടുത്തേക്ക് കടത്തു. അഥവാ എന്റെ ഹബീബാണ് അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ എന്റെ ഹബീബാണ്, ഞാൻ സിദ്ദീഖുൽ അക്ബറിന്റെ ഹബീബാണ്. എന്റെ ഹബീബിനെ എന്റെ ഹബീബിന്റെ അടുത്തുള്ള ഖബറിൽ നിങ്ങൾ കടത്തൂ. ആര് പറഞ്ഞു? അതാ മുണ്ടുന്നില്ലല്ലോ പഠിച്ചു. ആര് പറഞ്ഞു? ഹബീബായ നിങ്ങൾ അത്ര ചണ്ടിയാവാൻ പാടില്ല, ആവേശം പോണം അവിടെ. ഇതൊരു വലിയൊരു ഇൽമാണ്. സമ്മതം ചോദിച്ചപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആര് സമ്മതം തന്നു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ അള്ളാഹുവിന്റെ ഹബീബന് മറടക്കിയപ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വന്ന ആളോട് ചോദിക്കുന്നു, അതാബത്ത് അൻഫുസുക്കും അല്ലേ അൻ തയസു തുറാബ, അല്ലേ അലിമികളെല്ലാം ഇല്ലേ? ഫാത്തിമ ബി ചോദിക്കാണ് ഖബറടക്കി വന്ന ആളോട്, നിങ്ങൾക്ക് എന്റെ ഉപ്പാന് ആ ഖബറിൽ കിടത്തിയിട്ട് മണ്ണ് മാറിയിട്ട് മണ്ണിട്ടിട്ട് നിങ്ങൾ ഖബറിലേക്ക് മണ്ണിടാം, മണ്ണിട്ടിട്ട് നുറക്കാം, നിങ്ങൾക്ക് മനസ്സ് വന്നു? ഫാത്തിമ ബി ചോദിക്കാണ്, എന്റെ ഉപ്പാന്, ആ പൊന്നുപ്പാന്, ആ ശംസും ഖമറുമായ എന്റെ ഉപ്പാന് നിങ്ങൾക്ക് ആ ഖബറിൽ കിടത്തിയിട്ട് മണ്ണിടാൻ വേണ്ടിയിട്ട് മണ്ണിട്ടിട്ട് ആ ഖബർ തുറക്കാൻ
നിങ്ങൾക്ക് സമാധാനായോ? നിങ്ങൾ നഫ്സതിന് സമ്മതിച്ചോ? എന്താണ് ആ രംഗം? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മളെ ഭാര്യ മക്കളെ, പെൺമക്കളെ, മരുമക്കളെ, കുടുംബങ്ങളെ അള്ളാഹുവേ നീ നിന്റെ ഹബീബിന്റെ പൊന്ന് ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലാ. സമ്മതം കിട്ടി. സമ്മതം കിട്ടലോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ആ ഖബറിൽ മറഅടക്കി. ഇന്ന് ലോകത്ത് കോടാനിക്കോടിക്കണക്കിൽ വരുന്ന ഹാജികളും ഉംറക്ക് പോകുന്ന ഉംറയുടെ ആളുകളും മുഹ്തമിരീകളും ഉംറക്കാരുമെല്ലാം മദീനയിലെത്തലോടുകൂടി അവരെ കൽബ് പൊട്ടാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. പച്ചക്കുപ്പ കാണുമ്പോ കരയാൻ തുടങ്ങി. ഹബീബിന്റെ അടുത്ത് എത്തുമ്പോ പൊല്ലാത്ത കരയാൻ തുടങ്ങി. നമുക്ക് എത്ര പ്രാവശ്യം പോയാലും സലാം പറയാൻ പോകുന്ന സമയത്ത് നമ്മുടെ കൽബ് പൊട്ടി പൊട്ടി കരഞ്ഞു പോകുന്നു. അല്ലാഹുവേ, ഞങ്ങൾ നീ പിന്നെയും പിന്നെയും നിന്റെ ഹബീബിന്റെ പൂമുത്തുമുഖം നോക്കി സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആക്കി ചുരുക്കാതെ ഇടക്കൊക്കെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ ഹബീബിന്റെ പുന്നാര ഹളറത്തിൽ പോയി സലാം പറയാൻ, അത് കണ്ടിട്ട് ഞങ്ങളോട് സലാം മടക്കി ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. എല്ലാവരും ഇങ്ങോട്ട് വന്നോളി. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. കുറെ ദൂരെ ഇരുന്നാൽ നിങ്ങളെ മനസ്സിലേക്ക് ഇൽമ അങ്ങനെ എത്തൂല. എല്ലാവരും ഖൽബൊന്ന് പൊട്ടി കരയണം. കണ്ണുനൊരുറ്റു വെള്ളം ഈ മജ്ലിസിൽ ഉറ്റണം കേട്ടോ. ഒരിറ്റു കണ്ണിൽ നിന്ന് വെള്ളം നിങ്ങളെ ഈ മജ്ലിസിൽ ഉറ്റണം, ആ മണ്ണിലേക്ക്. പിന്നെ നിങ്ങളെ നരകം തൊടൂല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരിറ്റ് കണ്ണുനീര് അള്ളാനെ പേടിച്ചിട്ട് ഹബീബിനെ സ്നേഹിച്ചിട്ട് റബ്ബിന് വേണ്ടി ഒരിറ്റ് കണ്ണുനീർ ഒരാണ് പെണ്ണിന്റെ കണ്ണിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് കുറ്റിയാൽ അവനെ നരകത്തിന്റെ തീ തൊടൂല. ഉമ്മാ കേൾക്കുന്നുണ്ടോ? നീ മൊബൈലിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചിരിച്ചു ചിരിച്ചു മറിയുന്ന പെണ്ണ്, ജാഗ്രതയാക്കിക്കോ. മക്കളെ ജാഗ്രതാക്കിക്കോ. ഉപ്പമാരും ഉമ്മമാരും ആങ്ങളമാരും കൂടിയാണ് പെൺമക്കളെ നശിപ്പിച്ചത്. പെൺമക്കൾക്ക് അല്ലാഹുവിന്റെ ദീന് കൊടുക്കാതെ വലിയ വലിയ മൊബൈൽ കൊടുത്തു. 1 ലക്ഷം റുപ്യന്റെയും 1.5 ലക്ഷം റുപ്യന്റെയും 80,000-ന്റെയും 50,000-ന്റെയും 25,000 റുപ്യന്റെയും മൊബൈൽ കൊടുത്തു. ആ പെണ്ണിനിക്ക് പെൺകുട്ടികൾക്ക് സകല അവസരവും കൊടുത്ത ഉപ്പ ഉമ്മ ആങ്ങളെ നിന്നെ കാണിച്ചിട്ട് ഈ പെങ്ങള് കിട്ടിയവന്റെ കൂടെ ഓടി. മുസ്ലിമോ അമുസ്ലിമോ നസ്രാനിയോ ശൈത്താനോ എന്ന് നോക്കാതെ ഈ പെണ്ണ് ഓടി അവസാനം നായജാകും പോലെ റോട്ടിന്റെ വക്കിൽ ചത്താൽ നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിലൊക്കെ അവളെ വലിച്ചിടുമ്പോ ആ പെണ്ണ് പറയും, മോള് പറയും, മോന് പറയും, റബ്ബനാ അതഇനാ സാദത്തനാ വകുബറാനാ ഫഅളൂന സബീല റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. റബ്ബേ, ഞങ്ങൾ ഈ നിലക്കാവാൻ കാരണം ഞങ്ങളെ നേതാക്കള്, ഞങ്ങളെ ഉപ്പയും ഉമ്മ, ഞങ്ങളെ രക്ഷിതാക്കള്, അവരാണ് ഞങ്ങളെ നശിപ്പിച്ചത്. അവരാണ് മൊബൈൽ തന്നത്, അവരാണ് കോളേജിൽ കൊണ്ടിട്ട് ചേർത്തത്, അവരാണ് ഞങ്ങളെ കൈ ഊരി വിട്ടത്. ഞങ്ങളല്ല ഇത് നശിക്കാൻ കാരണം. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണോ, അവരെയും ലഅനത്ത് ചെയ്യണോ, അവർ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അപ്പോഴായിരിക്കും ആങ്ങളമാരെ അബുദാബിയിലും ദുബൈയിലും സൗദിയിലും അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും ചൈനയിലും ലോകത്തെവിടെയെല്ലാം പോയി അധ്വാനിച്ച് പെങ്ങന്മാർക്ക് ഭാര്യമാർക്ക് ഇഷ്ടം പോലെ
വേണ്ടതൊക്കെ കൊടുത്തയച്ചവർ ഹലാക്കാക്കി നശിപ്പിച്ച നിന്നെ ആ നരകത്തിൽ കടന്നിട്ടവർ ആവശ്യപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, റബ്ബേ ഞങ്ങളെ നീ അവരെ ഞങ്ങളെ ചെരുപ്പടി കാലിന്റെ അടിയിൽ അവരെ ആക്കണം. ഇങ്ങോട്ടേക്ക് റബ്ബേ ഞങ്ങളെ ചെരുപ്പിന്റെ അടിയിൽ അവരെ ചവിട്ടി വെക്കട്ടെ. ആരെ നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്ത മൊബൈൽ യൂസ് ആക്കിയിട്ട് ആ പെണ്ണ് മോള് നശിച്ചിട്ടുണ്ടെങ്കിൽ, ആ പെങ്ങൾ നശിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കാലിന്റെ അടിയിൽ ചവിട്ടാനാണ് ആ പെണ്ണ് ആവശ്യപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പറയേണ്ട കടമ എന്റേതാണ്, ഓർമ്മപ്പെടുത്തേണ്ടത് ഞങ്ങളാണ്. നിങ്ങളത് സ്വീകരിക്കുന്നോ ഇല്ലേ അത് ഞങ്ങളോട് നോക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങളെ മക്കള്, ഞങ്ങളെ പെങ്ങന്മാരെ, ഞങ്ങളാണ് മക്കള്, ഞങ്ങളെ പെൺമക്കള്, ഞങ്ങളെ മക്കള് സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ കുടുംബത്തിലെ മക്കള്, സുന്നി കുടുംബത്തിലെ മക്കള്, എല്ലാ ഉമ്മത്ത് മുഹമ്മദിയിൽപ്പെട്ടവരെ മക്കള് നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ദുനിയാവിൽ അവരെ കൊണ്ട് ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. ഇന്ന് കണ്ടില്ലേ നമ്മളെ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ട് പഠിപ്പിച്ചു തോന്നരുത്. അല്ലാഹു നമ്മളെ ഉലമാക്കൾക്കും തീരന്റെ ഖാദിമീങ്ങൾക്കെല്ലാം അല്ലാഹു ഇസ്സത്ത് കൊടുക്കട്ടെ, കുറവ് അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഇന്ന് മംഗലം കഴിയണ്ടേ ഞായറാഴ്ച 10 മണിക്ക്. മംഗലം എന്ന് പറഞ്ഞാൽ വലിയ വലീമ ഡിന്നർ കൊടുക്കണ്ട പെണ്ണ് ഇന്നലെ രാത്രി 4 മണിക്ക് ഓടിയെന്നാ പറയണം. ഇത് ബഹുമാനപ്പെട്ട കിതാബിലുള്ളതല്ല, ബഹുമാനപ്പെട്ട മൊബൈലിൽ കണ്ട് പെണ്ണിന്റെ ഫോട്ടോ അടക്കം വന്നു. ഒരു ചെറിയ പെണ്ണ് ഓർക്ക് ഇത്രയെല്ലാം ചിന്തിക്കാൻ ഇങ്ങനൊക്കെ കഷായില്ലേ, കഷായ ധൈര്യം വന്നോണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. ആരോ കുട്ടികൾ കാണിച്ചു. അല്ലാ, ആ ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. അവരാ പെണ്ണിനിക്ക് മൊബൈലോ മറ്റോ കൊടുത്തിട്ട് അവർ വിശ്വസിച്ചു പോയിട്ടുണ്ടാകും. റബ്ബേ നീ സമാധാനം കൊടുക്കണേ അല്ലാ. നിങ്ങൾ നോക്കി നമ്മളെ മക്കളായിട്ട് കണ്ടോളി. നിങ്ങൾ അല്ല ഇസ്മായിൽ നമ്മളെ മക്കളായിട്ട് കണ്ടോ. ഇസ്മായിലിന്റെ മോള് അല്ലെങ്കിൽ ഹുസൈൻ സാഹിദിന്റെ മോള് വെച്ചോ, ഞാനും നീയും വേദന വരുവോ? വരൂല. നമ്മ ചോറ് വയ്ക്കൂല. നമ്മ ഹയാത്തിൽ തന്നെ മരിച്ചു പോകും. അല്ലാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. അല്ലാഹു ആ ഒരു അവസ്ഥ നമ്മളെ കുടുംബത്തിന്, നമ്മളെ നാട്ടുകാർക്ക്, അയൽ നാട്ടുകാർക്ക് അല്ലാഹു വരുത്താതിരിക്കട്ടെ. മാത്രല്ല വെള്ളിയാഴ്ച നിക്കാഹ് കഴിഞ്ഞിരുന്നാ പറയുന്നു. വെള്ളിയാഴ്ച നിക്കാഹും കഴിഞ്ഞിരി. അപ്പൊ ഈ ഓടുന്ന ഈ തനിച്ച ശൈത്താനിക്ക് അന്ന് പറഞ്ഞൂടെ? ഈ ഓടുന്ന ഈ ശൈത്താനിയത്തിനിക്ക്, ഈ പെണ്ണിനിക്ക്, ശൈത്താൻ പെണ്ണിനിക്ക് അന്ന് പറഞ്ഞൂടെ നിക്കാഹ് വേണ്ട. ഞാനും ഒരാളായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഏത് സമയത്തും പോയിറും. എനിക്ക് എന്നെ കൺട്രോൾ ആക്കാൻ കഴിയുന്നില്ല. എന്നെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഞാൻ പോയിറും. നിങ്ങാരും മരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ട് കാര്യമില്ല. ഞാൻ പോയിറും. അതുകൊണ്ട് എനിക്ക് നിക്കാഹ് വേണ്ട, എനക്ക് മഹറിന്റെ മാല വേണ്ട, എനക്ക് പുതിരാപ്പളുടെ ഉമ്മാന്റെ അമ്മായിന്റെ മാല വേണ്ട, എനിക്ക് നിങ്ങളെ മോതിരം വേണ്ട. തിരിയുന്നുണ്ടാ? പറഞ്ഞൂടെ? എന്നാ പറഞ്ഞാൽ എന്താട്ടിയിരുന്നു? ആ പാവം ആ പുതിയാപ്പള ചക്ക മഹറിന്റെ മാലയും കൊടുത്തിരുന്നു. ഓന്റെ മാല ബാക്കിൻ്റെ അട്ടി. ഇത് ആ മാല, ഈ മാലയും, ആ മധുരം, ഈ മോതിരം സകലം കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഉമ്മമാരെ കേൾക്കുന്നുണ്ടോ?
നിന്റെ മക്കളുണ്ട് മാർഗത്തിൽ പായുന്ന കളിക്കുന്ന മൊബൈൽ കൊടുത്തിട്ട് തുള്ളുന്ന പള്ളത്തിന്റെ അടുത്തുണ്ട കൊമരംകളത്തുണ്ട KC നഗറില ജംഗ്ഷനിൽ ഏടെയുണ്ട് ഉമ്മ? നിന്റെ അടുത്ത് ജാഗ്രതയുണ്ട? ഉപ്പമാരെ ജാഗ്രതയുണ്ട? ഇല്ലെങ്കിൽ ഇത് ഒരുത്തന്റെ കഥ മാത്രമല്ല, ഇത് കഥ എല്ലാവർക്കും വരൂ. എന്തോ ആഖിറൊന്നും മുറിച്ചില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, ഭാരതമാണ്, മതേതര രാഷ്ട്രമാണ്. പ്രായപൂർത്തിയായവർക്ക് ഓർക്ക് ആരെക്കൂടെയും പോകാം. അള്ളാഹു നമ്മളെ മക്കളത് കാക്കട്ടെ. നിങ്ങൾ എന്താ ആമീൻ പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവേ നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ ഈ ഒരു ശബ്ദം നീ തരല്ലേ അള്ളാ. എത്ര റാഹത്തുണ്ടായിരുന്നു നേരത്തെ ഈ വെള്ളിയാഴ്ചക്ക് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആ കുടുംബവും നാടും എല്ലാം സലാമത്താട്ടി, ഉമ്മത്ത് സലാമത്താട്ടിയിരുന്നു, ഈ സമുദായം സലാമത്താട്ടായിരുന്നു. ഓനും തമ്മിൽ തെറ്റി, പ്രേമിച്ചൊരു തെറ്റി, കൂടെ പോയൊരു തെറ്റി, അത് അവർ രണ്ടാളുള്ള തെറ്റി. അള്ളയും അവരും നോക്കും. നാട്ടിന് പ്രശ്നമില്ല, ഉമ്മത്തിന് പ്രശ്നമില്ല, ഉമ്മ കുടുംബത്തിന് പ്രശ്നമില്ല. ഉണ്ടോ? മോളെ കാണുന്നില്ലല്ലേ? അവളെ ആരോ പ്രേമിച്ചിട്ട് പോയി. എന്നിട്ട് ആക്കണം ഹലാക്കായിട്ട് പോട്ട്. അങ്ങനെ ഒരു മോളെ പെറ്റിട്ടുമില്ല, ഞങ്ങൾ പോറ്റിയിട്ടുമില്ല. പിന്നെന്താക്കുന്നു? ഞങ്ങക്ക് മരിച്ചിടാൻ കഴിയോ? ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ അന്നത്തെ ശത്രുക്കളോടുകൂടി കൂടെ നിന്നപ്പോ അല്ലാഹു തആല ലൂത്ത് നബിയോട് പറഞ്ഞു, ലൂത്ത് നബിയെ, നിങ്ങളെ കൂടെ നിങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന മക്കളെയും ഭാര്യനെയും കൂട്ടിക്കോ. ഇല്ലംറാതക, നിങ്ങൾ ആ ഒരു ഭാര്യ ഉണ്ടല്ലേ, ഒരു ഭാര്യ, ആ ഭാര്യനെ കൂട്ടണ്ട. അത് ഖുർആനാണ്. അവളെ കൂട്ടണ്ട. അവള് ആ നാട്ടിലേക്ക് അള്ളാന്റെ അദാബ് വരികയാണ്. മേൽഭാഗത്ത് തീ കല്ല് വന്നിട്ട് ഓർക്ക് ചത്തിട്ട് പോവാണ്. ആ ചത്തുപോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ ഭാര്യ ഉണ്ട്, അതുകൊണ്ട് ആ ഭാര്യനെ കൂട്ടണ്ട. ബാക്കിയുള്ള ആളെ കൂട്ടിക്കോട്. നിങ്ങൾ നാട്ടിൽ നിന്ന് സ്വബഹിന്റെ സമയത്ത് ഒറ്റ പോക്ക് പോയിക്കോളി. ആ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുകയാണ്. വിശുദ്ധ ഖുർആനാണ്. അങ്ങനെ ലൂത്ത് നബിന്റെ ആ മകള്, ആ ഭാര്യ അല്ലേ, ഖുർആൻ പറഞ്ഞു. ഞാൻ ഈ ആലിമിനോട് ചോദിക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ ഓരനോട് പറയും. അവർക്ക് ചെറുപ്പക്കാരാണ്, നല്ല ഓർമ്മയുള്ളവരാണ്. അല്ലാഹു നല്ല ഓർമ്മ ശക്തി കൊടുക്കട്ടെ, നല്ല ഇൽമു കൊടുക്കട്ടെ. നമുക്ക് ഈ സുഖറും ഈ ക്ഷീണവും മറ്റൊക്കെ വന്നപ്പോ ഓർമ്മ വളരെ കുറഞ്ഞുപോയി. അല്ലെങ്കിൽ കുറെ ആയത്തുകൾ ഓർമ്മയുണ്ടായി. നമ്മളെ കുട്ടികളെ ഹാഫിളുകൾ ചോദിച്ചുണ്ടായിരുന്നു, ഉസ്താദ് ഹാഫിൾ ആയിനാ? ഞാൻ ഹാഫിൾ ആയിട്ടില്ല, മഹ്ഫൂദ് ആയിട്ടില്ല. അത് പണ്ട് പേടിച്ചത് ഓതി ആയത്തോർ ഇപ്പൊ ഒറ്റ മറന്നുപോയി. ഞാൻ പറഞ്ഞു വന്നത്, ലൂത്ത് നബിന്റെ ഭാര്യ ശത്രുക്കളെ കൂടിയിട്ട് അവളെ കൂട്ടാണ്ട് നാട്ടിൽ നിന്ന് പോകാൻ അല്ലാഹു തആല ലൂത്ത് നബിയോട് പറഞ്ഞത്. അതുപോലെ നിന്റെ ഒരു ഭാര്യ, നിന്റെ ഒരു ഓള് അങ്ങനെ ചത്തുപോയാൽ ഫോട്ടോയില്. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇതിപ്പോ അങ്ങനെയല്ല. ആ ഒരു പുതിയാപ്പളിനെ ചതിച്ച് ഓനെ കൊണ്ട് നിക്കാഹ് നടത്തി, അവനെ കൊണ്ട് അവന്റെ മഹർ വാങ്ങി, അവളെ കുടുംബത്തിൽ നിന്ന് സ്വർണം വാങ്ങി, എല്ലാം വാങ്ങിയിട്ട് ആ രണ്ട് കുടുംബത്തിനെ പരസ്പരം നാറിച്ച് നശിപ്പിച്ച്, അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. നമുക്കൊന്നും തലയിൽ ചിന്തിക്കാൻ വരെ കഴിയുന്നില്ല. ഉമ്മമാരെ ജാഗ്രതയാക്കണം. നിങ്ങൾ വളരെ ജാഗ്രതയാക്കണം. ഒരു കുടുംബത്തിനൊരു മഹിമയുണ്ടല്ലോ. നമ്മളൊരു തറവാടിന് കുടുംബത്തിനും ഒരു മഹിമയുണ്ടല്ലോ, ഒരു പേരും ഒരു ഇസ്സത്തും ഒരു മര്യാദയും ഉണ്ടല്ലോ. അത് സൂക്ഷിക്കാൻ, അത് ജാഗ്രതയാക്കാൻ നിങ്ങളെ മക്കളോട്, ആൺമക്കളോട്, പെൺമക്കളോട് കടുത്ത ഭാഷയിൽ സിംഹം പോലെ കരടി പോലെ പെരുമാറിയാലാവൂല. മോളെ, പൊന്നുമോളെ, മുത്തുമോളെ, പൊന്നുമോനെ തന്നെ വിളിച്ചിട്ട് സ്നേഹത്തോടുകൂടി നല്ല സ്നേഹത്തിൽ എല്ലാം ആ മക്കളോട് സ്നേഹം വെച്ചു കൊടുത്തു. ആ സ്നേഹം ഇങ്ങോട്ടും ആ മക്കളും വെക്കും, സംശയമില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോളായ ബീബി ഫാത്തിമത്ത് സഹ്റാ ബീബിയോട് നേരത്തെ ഇവിടെ അബ്ദുൽ റഷീദ് സൈനി ഖാമിൽ സഖാഫി പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ ബീവിന്റെ വിഷയം.
ആ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമാനെ എത്രയാണ് സ്നേഹിച്ചത്, എത്രയാണ് ഫാത്തിമ അങ്ങോട്ട് ഉപ്പാനെ സ്നേഹിച്ചത്. അതുകൊണ്ടല്ലേ വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് വിഷമങ്ങളും പ്രയാസങ്ങളും സഖറാത്തുൽ മൗത്തിന്റെ ബുദ്ധിമുട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് വന്ന് പൊതിഞ്ഞപ്പോൾ ഫാത്തിമ അവിടെ ഉപ്പാന്റെ അടുത്തിരുന്നിട്ട് ഫാത്തിമ പറയാണ്, വാ കർബത്താബത്താ, എന്റെ ഉപ്പാന്റെ ദുഃഖമേ, എന്റെ ഉപ്പാന്റെ മുഖത്തുള്ള വിഷമമേ, എനിക്ക് എന്റെ ഉപ്പാന്റെ മുഖം കാണാൻ കഴിയുന്നില്ലല്ലോ, എന്റെ ഉപ്പാന്റെ മുഖത്തുള്ള വിഷമമേ എന്ന് സക്കറാത്തിന്റെ ഹാലത്തിൽ വെച്ച് ഫാത്തിമ ബീവി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വെച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ ഫാത്തിമ ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, മോളെ ഈ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഒരു വിഷമവുമില്ല. ഇത് സക്കറാത്തിന്റെ സമയമാണ് മോളെ, ഇത് സക്കറാത്തിന്റെ സമയമാണ് മോളെ. ഈ സമയത്തൊരു വിഷമം എല്ലാവരും അനുഭവിക്കേണ്ടി വരും മോളെ. ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ ഇനി നിന്റെ ഉപ്പാക്ക് വിഷമമൊന്നുമില്ല മോളെ, നീ ബേജാറാവണ്ട, നീ കരയണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു സക്കറാത്തിന്റെ സമയത്ത് നമ്മളെ കാക്കട്ടെ. പെണ്ണുങ്ങൾ കുറെ കൂടുതൽ വന്നിട്ടുണ്ടെന്ന്. സമാപന ദിവസവുമാണ്, എല്ലാ ദിവസവും സമാപനത്തിന് ആണും പെണ്ണുങ്ങളെല്ലാം വരും. അത് ഈ ദിക്ർ ഹൽഖറിന്റെ, ഈ ദിക്റിന്റെ വലിയ ബറക്കത്താണ്. സയ്യിദിന്റെതോ അല്ലെങ്കിൽ വേറൊരു മൊയിലാറത്തോ തങ്ങളതോ അല്ല, ഈ ദിക്റിന്റെ മജ്ലിസിന്റെ സമാപനത്തിന് എല്ലാവരും വരുന്നു. ഇവിടെ 4ഓളം ആടുകൾ നേർച്ചയാക്കിയത് ഇവിടെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയന്റെ മക്ബറയില്ല, ഇവിടെ ആരോടും ഞങ്ങൾ പിടിച്ചു പറിക്കുന്നില്ല. നിങ്ങൾ നേർച്ചയാക്കിയ കാര്യം എപ്പെങ്കിലും ആയിക്കോളും, നിങ്ങൾ ആടെത്തിക്കെന്ന് പറയുന്നില്ല. വല്ലാഹി പള്ളി സാക്ഷി പറയുന്നില്ല. നിന്റെ ആവശ്യം തീർന്നതിന്റെ ശേഷം നീ നേർച്ച ഇവിടെ തന്നാ മതി. അപ്പൊ നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് തന്നാ മതി. നീ നേർച്ചയാക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ മദ്രസയും പള്ളിയും കെട്ടിയതല്ല, നീ നേർച്ചയാക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ ദർസ് തുടങ്ങിയതല്ല. ഇത് അല്ലാഹ് ഏറ്റെടുത്ത് നടത്തിക്കോളൂ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ശരി, ഒരാളെ പൈസ ഇപ്പം വെക്ക്, പകുതി ഇപ്പൊ കൊണ്ട, പകുതി നിന്റെ മുറാദ് ആസലാനേശം കൊണ്ട. ഈ ജാതി തട്ടിപ്പോ പിരാന്തോ ഈ സമയം വരെ പറഞ്ഞിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഞാൻ നാളെ മരിച്ചുപോയാലും പിന്നെ വരുന്നൊരു മൊയിലാറും ആലിമും അത് പറയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് നമ്മുടെ ദിക്ർ ഹൽഖന്റെ നേർച്ചയും മറ്റു കാര്യങ്ങളും. ഇപ്പൊ സദറുസ്ഥാന നേരത്തെ ഒരു നേർച്ച പറഞ്ഞല്ലേ, കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്തത് 16 വർഷമായി 18 വർഷമായവർക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സദസ്സിലുണ്ടാവും കുവൈത്ത് മുഹമ്മദ് ഹാജി. ഞാൻ പേരടക്കം പറയുന്ന ധൈര്യത്തിലല്ലേ, ചോദിച്ചോളി. വേറെയും കുറെ ആളുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ ഇനിയും മക്കളെ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ, കൊടുത്ത മക്കളെ നീ സ്വാലിഹാക്കണേ അല്ലാ. നേർച്ചയാക്കാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നേർച്ചയാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊന്നും തട്ടിപ്പില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇവിടെ വന്നുകൂടുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി കടലുണ്ടി തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട തങ്ങള് ഒരു കൊല്ലത്തെ സമാപനത്തിന് വന്നിട്ട് പറഞ്ഞു, സയ്യിദ് സയ്യിദി മക്ബറ ഇല്ലാത്ത ഉറൂസ് കേസിയോട് നടക്കുന്നു പറഞ്ഞ വാക്കാണ്. മക്ബറ ഇല്ലാത്ത ഉറൂസ് കേസിയോട് നടക്കുന്നു. ഞാൻ പറഞ്ഞ അല്ല തങ്ങളെ ദിക്ർ, അതാണ് ദിക്ർ ഹൽഖ. നമ്മളെ ദിക്ർ ഹൽഖ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒറ്റ ഇരുത്തത്തിന് ചൊല്ലി തീർക്കുന്ന ഒരു മജ്ലിസ് ഒരു സ്ഥാപനത്തിലും ഒരു മഖാമിലും എവിടെയും ഇല്ല. നമ്മളെ പൊടിമോണ ആചാര്യ അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, ദിക്റിന് വരുന്നു. 1000 ദിക്ർ എന്നിട്ട് ചെല്ലുന്നു. സുഖമില്ലെങ്കിലും ആ പൊടിമോണ ആചാര്യ
അയാൾക്ക് ആഖിറത്തിൽ വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും വരണം, എന്നിട്ട് ചൊല്ലിക്കോളി. നമ്മളെ മാഷ് ഫാമിലി അല്ലേ? പെണ്ണുങ്ങൾ കുറച്ച് പറഞ്ഞു പെണ്ണുങ്ങൾ കുറച്ച് മുമ്പിൽ ഇരുന്ന് കുറെ പെണ്ണുങ്ങൾ അവിടെ വന്ന് ഉള്ളിലേക്ക് വരാൻ കഴിയാതെ കാത്തു നിൽക്കുന്നു, ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, ദിക്ർ ഹൽക്കന്റെ മജ്ലിസാണ്, നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്, നിങ്ങൾക്ക് വലിയ ഫലം കിട്ടുന്നുണ്ട്. ക്യാൻസർ അങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ ഉള്ളാളത്ത് ഒരു ഫാമിലി ഒരാള് കുട്ടിന്റെ ശരീരത്തിൽ ഉണ്ണി രോഗം മാറുന്നില്ല. എത്രയോ പണിയെടുത്ത് എത്രയോ മരുന്നെടുത്ത് അവസാനം നമ്മളെ ദിക്റിന്റെ മജ്ലിസിൽ ഒരു കുപ്പി വെള്ളം വെച്ച് ഇവിടെ നേർച്ചയാക്കിയപ്പോ ഞാൻ ആ നേർച്ച കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ണി രോഗം പറ്റ മാറി. ഓരോൾ പറയും എന്റെ മാറിയില്ല, നിന്റെ നീയത്ത് ശരിയായിട്ടുണ്ട്, നിന്റെ നേർച്ച ചില ഇങ്ങനെ നേർച്ചയാക്കുന്നു. എന്റെ ഈ രോഗം മാറിയെങ്കിൽ ഞാൻ ദിക്റിന് 310 കൊടുക്കും. മാറിയെങ്കിൽ ആ എങ്കിലി മംഗളി എന്തും വേണ്ട, അല്ലാഹു തആല എന്റെ ഈ രോഗം മാറ്റി തരണം, ഞാൻ ദിക്ർ ഹൽക്കക്ക് 310 നേർച്ചയാക്കി. നോക്കുന്നു. മാഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഈ ദിക്റിന്റെ ബർക്കത്തുണ്ട്. 1000 ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് ദ്വാരുന്നപ്പോ റബ്ബ് തരൂലേ? അല്ല തരൂലേ? നമ്മളോട് അല്ല പറഞ്ഞങ്ങനല്ലേ, തദ്കുറൂനി അത് കുറുക്കും. നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോളി, ദിക്ർ ചൊല്ലിക്കോളി, നിങ്ങൾക്ക് എന്താ വേണ്ടത് അതൊക്കെ ഞാൻ തരും. അതാ വദ്കുറൂനി അത് കുറുക്കും, ചൊല്ലിക്കോളി, ചോദിച്ചോളി, ഞാൻ തരും. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ല നമ്മള് ഫ്രൂട്ട് അത്രേമാചാരി വാചകം ഞാൻ മരിച്ചുപോയി. അള്ളാഹു ആ ഉമ്മയുടെ ഖബർ, അങ്ങനെ പല ഉമ്മമാരും മരിച്ചുപോയി. അടുത്തായിട്ട് അള്ളാഹുബെ അവരാരെയും ഖബറിൽ നീ അദാബ് ചെയ്യല്ലേ അല്ലാ. ഇപ്പൊ മുള്ളൂട്ടിയിൽ 2 പെണ്ണുങ്ങളും ഇന്നലെ അദ്രമാക്കാൻ നൽകി ആ പള്ളിക്കൽ ഖിദ്മത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരാള്, പഠിച്ചവനെ മരിച്ചുപോയി, ആരെയും നീ ഖബറിൽ അദാബ് ചെയ്യല്ലേ അല്ലാ. ഇന്ന് കണ്ട ആള് നാളെ കാണുന്നില്ല. രാത്രി വിഷം പറഞ്ഞിട്ട് പോയിട്ട് നോക്കുമ്പോ രാവിലെ മയ്യത്താണെന്നാ പറയുന്നത്. കണ്ടു നഞ്ചിയും പകയും ചൊടിയും അരിസവും വെച്ചിട്ട് ഉറങ്ങണ്ട, തീർത്തിട്ട് ഉറങ്ങിക്കോ. ചില നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പറയും ഓൻ്റെ നേരായിട്ടില്ല, എല്ലാം നന്നാവാദമോ മരിച്ചതാണെന്ന് പറയും. അള്ളാഹു കാക്കട്ടെ, പെട്ടെന്നുള്ള മരണം തരല്ലേ അല്ലാ, പൊരുത്തപ്പിടിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ, അക്കടങ്ങാട് കൊടുത്തുവിടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് പെണ്ണുങ്ങൾ കുറച്ച് മുമ്പിൽ ഇരിക്കണേ, ഉമ്മമാരെ കുറച്ച് ഇങ്ങോട്ട് അടുത്തിട്ടിരിക്കും. കുറച്ചു കൊടുത്തിന് കിട്ടും. ആണുങ്ങൾ സ്ഥലത്തേക്കല്ല, ആ ബലിന്റെ കുറച്ച് മുമ്പിൽ നിങ്ങൾ ഇരുന്നിടത്തേ ഇരിക്കൂ, ഞാൻ അങ്ങൂലാന്നാക്കരുത്. അത് ദിക്ർ ഹൽക്കയോട് കാണിക്കുന്ന ബഹുമാനമല്ല, അത് ദിക്റിനോട് കാണിക്കുന്ന പൊരുത്തമല്ല. അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് ഉമ്മമാരെ അടുത്തിരുന്നോളി, കുറച്ച് മുമ്പിൽ കസാല വെച്ചിരുന്നോളി. വയസ്സായ ഉമ്മമാരുണ്ടെങ്കിൽ ചെറുപ്പക്കാരത്തി ഉമ്മമാർ എണിച്ചിട്ട് സീറ്റ് കൊടുത്തോളി. നിനക്ക് വയസ്സാകുമ്പോ സീറ്റ് തരാൻ അല്ലാഹു ആളെ റെഡിയാക്കും. നീ കൊടുത്തില്ലെങ്കിൽ നീ നിനക്ക് വയസ്സാകുമ്പോ തരൂല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് എങ്ങനെയാണ്? ഞമ്മ കൊടുത്തോ, വയസ്സന്മാർക്ക് വില വെച്ചോ, നമുക്ക് വില വെക്കാനുള്ള ആളെ അള്ളാഹു തരും. വയസ്സന്മാരെ ബഹുമാനിച്ചോ, നമ്മളെ ബഹുമാനിക്കാൻ നമുക്ക് വയസ്സാകുമ്പോ അള്ളാഹു ആളെ റെഡിയാക്കും. റെഡി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഞാൻ പറഞ്ഞേ? ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ തങ്ങൾ വരും. തങ്ങൾ വന്നപ്പോ ഞാൻ നിർത്തും. ഞാൻ നേരത്തെ പറഞ്ഞു 8:30 തുടങ്ങി 9:30 നിൽക്കും. 8:30 തുടങ്ങിയ 9:00 നിൽക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, പനിയുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാറെന്തോ പനിയുണ്ടെന്ന് അറിയോ? നിങ്ങൾ ഇനി പനിയൊന്നും നിങ്ങളോട് ആരും നിൽക്കും ചെല്ലും കേൾക്കണ്ട. നിങ്ങൾ ഇനിയിപ്പം മാസമല്ലോ 1 മണിക്കൂർ പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ പനി വരുമ്പോൾ നിങ്ങൾ ദ്വാരക്കും. അതാ പാപ്പ അയാളെ കാക്കട്ടെ എന്ന് ദ്വാരക്കും. ആദ്യം തന്നെ പനി വരുന്നതിലും ചോദിക്കും നിങ്ങൾ ആര് വരും ചൊല്ലി കഴിയുന്നില്ലെങ്കിൽ ആരെ കഴിഞ്ഞ ആൾ പറയട്ടെ അല്ലേ. പനി വരുന്നു സുഖമില്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നതാ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൈക്കിൽ മുമ്പിൽ നിന്നതിന് എന്ന് ചോദിച്ചോളൂ. നിങ്ങൾ മനസ്സ് ചോദിക്കും, നാവിൽ ചോദിച്ചിട്ടില്ലെങ്കിലും. അതുകൊണ്ട് ഇപ്പോൾ 1 മണിക്കൂറായി. അള്ളാഹു സലാമത്താക്കി തരട്ടെ, അള്ളാഹു ആഫിയത്താക്കി തരട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഇല്ല എന്ത് പറഞ്ഞ കേട്ടി എന്നെ നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്കും അള്ളാഹ്ക്കും അറിയാം. അതതിന്റെ മറുപടി.
അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വല്ലാത്ത സ്നേഹിച്ച് തങ്ങളെ തൊട്ടടുത്ത് എല്ലാ വക്തിനും നിന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനിക്ക് സലാം പറഞ്ഞാൽ എത്ര കോടിക്കണക്കിൽ ഹാജിമാർ ഉംറക്ക് പോയവർ മദീനത്തേക്ക് പോയവർ അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറഞ്ഞിട്ട് ഒരു കാലങ്ങോട്ട് വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിനിക്ക് സലാം പറയുന്നത് കാണാം. അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ മദീനത്തെത്താത്ത കുറെ ആളുകളുണ്ട് റബ്ബേ, അവരെ ആരെയും മദീനത്തേക്ക് എത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. രണ്ടാമത് നമ്മൾ സലാം പറയുന്നത്, മൂന്നാമത് സലാം പറയുന്നത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. പരിചയം പോരാ, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് അതാ ഈ ഭാഗത്ത് സ്ഥലമുണ്ട്, ഇങ്ങോട്ട് സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കസാരകളുണ്ട്. മക്കളെ നല്ല മക്കൾ നേരെ ഇരുന്നോ, തലയെല്ലാം മറിച്ച് തുപ്പിയെല്ലാം വെച്ചിട്ട് നല്ല മക്കൾ നേരെ ഇരുന്നോ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരെ അറിയോ? നിങ്ങൾക്ക് അറിയോ? അറിയില്ല. പെണ്ണുങ്ങൾക്ക് അറിയോ? അറിയില്ല. ഒരു പെണ്ണുങ്ങള് ഒരു ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഒരു നേർച്ച വെച്ച്, നീ ഒരു നേർച്ചയാക്കി. ഇനി അന്നേ നേർച്ചയുണ്ട്. എന്തേ നേർച്ച? തങ്ങൾ യുദ്ധത്തിന് പോയിട്ട് തങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരാതെ തങ്ങ പുരക്ക് വന്നിട്ട് എത്തിയെങ്കിൽ ഞാൻ തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ദഫ് മുട്ടാൻ നേർച്ചയാക്കീനി. അല്ലാഹുവിന്റെ റസൂൽ അതാ സലാത്ത് നിങ്ങൾക്ക് എത്തുന്നേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ നിങ്ങളെ നേർച്ചനെ പീഡിക്കോ, നേർച്ച ആക്കിനെങ്കിൽ നേർച്ച പീഡിക്കോ. അപ്പൊ ആ ഉമ്മ തുണ്ടോളും ദഫ് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുറച്ച് അപ്പുറം നിന്നിട്ട് പാടുന്നു, മുട്ടിട്ട്. മുത്താലിങ്ങൾ നോക്കുന്നു, ഇയാൾക്ക് ദഫ് അറിയുന്ന, ദഫ് അറിയുന്ന, ഞാൻ പണ്ട് ദഫ് പഠിച്ചെനി. ഞാൻ ചിലപ്പോൾ സാദിയിൽ പറയലുണ്ട്, എനിക്ക് പാട്ടറിയൂ, ഞാൻ പാട്ട് പാടെങ്കിൽ നിങ്ങളെല്ലാം തോറ്റിട്ട് ഞാൻ പ്രതിഭയാവും. പാട്ട് പാടും, നല്ല പാട്ട് അറിയും. ഈ ദഫ് മുട്ടിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തൊരു ഉമ്മ ഇങ്ങനെ ദഫ് മുട്ടുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് നോക്കി. കുറച്ച് കഴിയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. ആ ദൂരത്ത് ഇങ്ങനെ വരുന്ന കാണുമ്പോ ഈ ഉമ്മ ദഫിനെ തുണിന്റെ ഉള്ളിൽ മൂടിയിട്ട് മൂടിയിട്ട് ഒറ്റ പോക്ക് അവിടുന്ന്. ദഫ് കാണുന്നില്ല, ഉമ്മാനെയും കാണുന്നില്ല. തിന്തറല്ല ബാബാ, ഇടത്തോളം ദഫ് മുട്ടിക്കൊണ്ടായിട്ട് ഉമ്മയും കാണുന്നില്ല, ദഫിനെയും കാണുന്നില്ല. പോയ വിഷയം അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നു.
ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വന്ന് കയറുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചിരിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഓ നബിയെ, തങ്ങളെ ചിരിപ്പിച്ച വസ്തു എന്താണ്? തങ്ങൾ ഭയങ്കര ചിരിക്കുന്നല്ലോ, എന്താ ഈ നബിയെ, എന്ത് ചിരിക്കുന്നെന്ത്? ഞാൻ വരുമ്പോ ഇത് വിചാരിച്ചു ഞാൻ വരുമ്പോ ചിരിക്കുന്ന വിഷയം വേറെ കിടായി. പെണ്ണുങ്ങ വാങ്ങിനി ദഫം കൊണ്ട്, ഈ പെണ്ണുങ്ങ ദഫം കൊണ്ട് വാങ്ങിനി. ഉമർ ഇബ്നു ഖത്താബിന്റെ ഈമാൻ, ഉമർ ഇബ്നു ഖത്താബിന്റെ ശജാഅത്തുള്ള ഒരാൾ പോട്ടെ, അതിന്റെ 100-1 ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ പെണ്ണും ശരിയായി പോകും. പക്ഷേ അങ്ങനെ ഒരാണ് നമ്മളെ നാട്ടിലില്ല, ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂലോട് ചോദിക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ, എന്തേ നബിയെ തങ്ങൾ ചിരിക്കുന്നത്? അപ്പോ പറഞ്ഞു, യാ ഉമർ, ഇരിക്ക്, ഒരു അത്ഭുത സംഭവം ഉണ്ടായി. ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾ നേർച്ചാക്കി വന്നിട്ട് ദഫ് മുട്ടി. സിദ്ദീഖുൽ അക്ബർ വന്നു, മറ്റു പല സഹാബത്തും വന്നു. അപ്പോഴൊക്കെ ദഫ് മുട്ടിക്കൊണ്ടുണ്ട്. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നോക്കുമ്പോ പെണ്ണുങ്ങളെയും ദഫും കാണുന്നില്ല. പിന്നെ നോക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ വരുന്ന കാണുന്ന. അപ്പൊ എനിക്ക് വല്ലാത്ത അത്ഭുതമായി, അതാ ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബിനിക്ക് ദേഷ്യം പിടിച്ചു. എന്താ ദേഷ്യം? എന്നെ കാണുമ്പോ കൈമ പാഞ്ഞതാ, തങ്ങളെ മുമ്പിൽ മുട്ടീന. എവിടെ പെണ്ണെവിടെ? ഞാൻ പറഞ്ഞിട്ട് സമ്മതം കൊടുത്തിട്ട് മുട്ടിയത് ഉമറെ, ഞാൻ സമ്മതം കൊടുത്തിട്ട് മുട്ടിയതാണ് ഉമറെ. വിട് 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 വിട്, നീ പോയിരുന്ന എന്നെ ബാങ്ക്. ആവുമ്പോ ഉമ്മാന്റെ അട്ടില്ല. ഉമർ ഇബ്നു ഖത്താബിനെ തിരിഞ്ഞോ, കുറച്ച് പഠിക്കാനുണ്ട്. ഞമ്മ വെള്ളിയാഴ്ച ഉമർ ഇബ്നു ഖത്താബ് കുത്തുബക്ക്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേര് എല്ലാ ഖുതുബയിലും സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ്. ഇത് പറയാതെ ഒരു സുന്നി പള്ളിന്റെ ഖുതുബയും ഇല്ല. മദീനത്തെ പള്ളിന്റെ ഖുതുബയിലുമുണ്ട്, മക്കത്തെ പള്ളിന്റെ ഖുതുബയിലുമുണ്ട്. 4 അമീറന്മാരെ പേര് പറയുന്നു, ദ്വാരക്കുന്നുണ്ട്. സലഫിക്ക് മാത്രം തിരിച്ചിട്ടുണ്ടാവൂല, അവർക്ക് അവരെ പരിചയമില്ല. ആ പെണ്ണോടിയ പോലെ ഓർ ഓടിയിട്ടുണ്ടാവും, തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ. ആ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അള്ളാഹുവിന്റെ ഹബീബിനെ ഉമ്മമാരെ വല്ലാത്ത സ്നേഹിക്കുന്നവരായിരുന്നു. അവർക്കെല്ലാം വലുത് അള്ളയും അള്ളാഹുവിന്റെ റസൂലുമാണ്. ഞാൻ ചുരുക്കട്ടെ, നിങ്ങളോട് എല്ലാവരോടും എന്നോടും പറയുന്നു, അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ പ്രവേശിക്കുമ്പോ അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളായി നമ്മൾ മാറിയപ്പോ ദീനിന്റെ എല്ലാ നിയമങ്ങളും നമുക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കണം, ആ ദീനിൽ കടക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ, അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രവേശിക്കണം. നിങ്ങൾക്ക് പറ്റിയതിൽ മാത്രം ഇസ്ലാം, നിനക്ക് പറ്റാത്തടുത്ത് നിന്റെ നഫ്സ് എന്തോ പറയുന്നത്, നിന്റെ ശരീരം എന്തോ പറയുന്നത്, നിന്റെ ശൈത്താൻ എന്തോ പറയുന്നത്, അതാണ് ദീന, അതാകാൻ പാടില്ല. അല്ലാഹു പറയാണ്, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താനിന്റെ വഴികളോട്, ശൈത്താൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഓ മുഅ്മിനീങ്ങളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ, അത് നിന്റെ ഷർട്ട് ഇടുന്നിടത്തും കമീസ് ഇടുന്നിടത്തും പാന്റ് ഇടുന്നിടത്തും നിന്റെ മുടി കളയിക്കുന്നിടത്തും നിന്റെ മുടിക്ക് നിന്റെ ശരീരത്തിലേക്ക് കളർ പൂശുന്നിടത്തും എന്തെല്ലാം ശൈത്താനിയത്തുണ്ടോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിലൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരാൾ
ഏതൊരാളുടെ വേഷം, ഏതൊരാളെ സംസ്കാരം, ഏതൊരാളെ നടപടി, നസാറാക്കളെ നടപടിയോ യഹൂദിയാക്കളെ നടപടിയോ മറ്റു സമുദായങ്ങളെ നടപടി ഇവൻ സ്വീകരിച്ചാൽ ആ നടപടിയോട് ഇവൻ തശബ്ബുഹ്, അവരോട് സാദൃശ്യമായി അവർ ചെയ്യും പോലെ ഇവൻ ചെയ്താൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. യഹൂദി സംസ്കാരമാണോ നിന്റെ വീട്ടിലുള്ളത്? യഹൂദി മോഡലാണോ നിന്റെ കല്യാണം? യഹൂദിന്റെ മോഡലാണോ നിന്റെ മകളുടെ കല്യാണത്തിന്റെ രീതി? നസാറാക്കളെ രീതിയാണോ നിന്റെ മകന്റെ കല്യാണത്തിന്റെ രീതി? നസാറാക്കളെ കല്യാണമാണോ നിന്റെ വീട്ടിൽ നടക്കുന്നത്? എങ്കിൽ നീ അവരിൽപ്പെട്ടവനാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തെല്ലാം കല്യാണാണ് ഇവിടെ. അനസ് സിദ്ദീഖ് കുറെ പറഞ്ഞ കുറച്ച്, ഞാൻ എല്ലാ ദിവസവും ഇവിടുന്ന് പോകുമ്പോഴും ലൈവിൽ വാള് കേൾക്കും, അവിടെ ഉണ്ടാകുമ്പോഴും കേൾക്കും. അതിന്റെ ഒരു സമാധാനമാണ്. ഇവിടെ പരിപാടികൾ നേരെ നടന്നിട്ട് പൂർത്തിയാകുന്നു, അത് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെന്താ, എന്താ ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വന്നിരിക്കാം. ആ പി വിളിക്കുന്ന ആൾ ഇങ്ങോട്ട് വന്നിരുത്താം. ഇവിടെ സ്ഥലമുണ്ട്, എവിടെ സ്ഥലമുണ്ട്? കല്യാണത്തിന്റെ വേഷം, ബാല്യക്കാരുടെ വേഷം, പെൺമക്കളുടെ വേഷം എന്തെല്ലാമാണ്. തനിച്ച് യഹൂദികളുടെയും നസാറാക്കളുടെയും മറ്റു മതക്കാരുടെയും വേഷങ്ങളും സ്വഭാവങ്ങളും ഫാഷനുകളും കളറുകളും നീ ഉപയോഗിക്കുന്നെങ്കിൽ നീ അവരിൽപ്പെട്ടു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇന്ന് രാവിലെ ഞാൻ ഖുർആനും മറിച്ചു നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കാണുന്നുണ്ട്, നിങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും എന്താക്കരുത്, നിങ്ങൾ ഔലിയാക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്നവർ, നിങ്ങൾ പിൻപറ്റുന്നവർ യഹൂദിയുടെയും നസാറാക്കളുടെയും സംസ്കാരമാവരുത്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ മാഇദന്റെ ഒരു ആയത്താണത്. അല്ലാഹു നമ്മളെ ഈ ഉമ്മത്തിനെ കാക്കട്ടെ. ഒരു സാലക്കും കൂടിയില്ല, ഒത്തിനും കൂട്ടിയില്ല. അങ്ങനെ അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഇപ്പൊ തങ്ങൾ വരും, തങ്ങളെ വിളിച്ചത്. ഞാൻ നിർത്തും, ഞാനിപ്പോ എന്നെ കൊണ്ടുപോകില്ല. എന്തൊക്കെ മാറി. ഈ ഹാളി മംഗലം മുമ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു 11 മണിക്ക് 11:30 മണിക്ക്. അത് നമ്മൾ ചോദിക്കും, സാധേ നിക്കാഹ് എപ്പ നാള്, എപ്പ നിക്കാഹിന്റെ ടൈം? ഇപ്പൊ അയാൾ പോയിട്ട് പണി നോക്കട്ടെ. ഞമ്മ ചെലവാക്കിയിട്ട് ഞമ്മ മംഗല കഴിക്കുമ്പോ, നമ്മളെ മക്കൾക്ക് കഴിക്കുമ്പോ മൊയിലാരോട് പോയിട്ട് ടൈം, മൊയിലാരോട് പോയിട്ട് നാള്, മൊയിലാരോട് പോയിട്ട്. നിന്റെ ടെമ്പർ നോക്ക്, ടെമ്പർ നോക്ക് നിന്റെ. നീ വരുന്ന് ബേജാറാക്കിണ്ട, നിങ്ങളല്ല കേട്ടോ. നിങ്ങൾ ആക്കിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ, ആക്കിയിട്ടില്ല നിങ്ങൾ അങ്ങനെ ആക്കി കേൾക്കാണ്ടാക്കാൻ. ആക്കിയില്ലെങ്കിൽ നിങ്ങളെ വിഷയം നിങ്ങൾക്ക് വേറെ എന്താക്കാനൊന്നുമില്ല. റമദാന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പോ ഈ 36ാമത്തെ കൊല്ലായി. റജബ് മാസം 36 കൊല്ലായി. ഈ 36 കൊല്ലത്തിൽ പറയേണ്ടെല്ലാം പറഞ്ഞിനി. ചായ തരുന്നവർ ചായ തന്നിനി, ആസ്ത തരുന്ന ആസ്ത തന്നിനി, നോമ്പുറക്കം തരുന്നവർ തന്നിനി, എല്ലാം തരുന്നവർ തരാത്തും തന്നിട്ടേ ഇല്ല. അല്ലാഹു തന്നവർക്കും വലിയ ബർക്കത്ത് കൊടുക്കുക, തരാത്തവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. അതിലെന്ത് ടെൻഷനില്ല, ഒരു ടെൻഷനും ഇല്ല. ആരെന്ത് തന്നിനി, ആരും തന്നിട്ടില്ല, ആരൊന്നുമില്ല. ഞങ്ങളെ സാദിയാന്ന് വരുമ്പോ ഞങ്ങളെ പ്രിൻസിപ്പാൾ പി ഉസ്താദ് കാതങ്കാട് ഖാദി വലിയ മഹാനാണ്, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഓർ പറഞ്ഞത്, നിങ്ങ പിന്നെ ഈ ചോറ് കൊണ്ടിരുന്ന ചെക്കന് ചോറ് കൊടുന്നെങ്കിൽ പിന്നെ ടിഫിൻ തുറന്നു നോക്കിയിട്ട് ഇത് ആരെ പോരേന്ന് ചോറിന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരെ പോരേന്ന് ചോറ് ദാസനെ പറ്റി നോക്കുന്നത് ആരെ പോരേന്ന് ചോറും ചോദിച്ചിട്ടുണ്ടാകും. ചോദിച്ചു ചിലപ്പോ നല്ല ടിഫിൻ തുറന്ന് നോക്കുമ്പോ തന്നെ നല്ല മണം അടിക്കുന്നുണ്ടാകും, നല്ല അടിപൊളി നെയ്ച്ചോറും. പിന്നെ നിന്റെ
മന്തി അല്ല ഓർക്കാർന്ന് മന്തി എല്ലാം മന്തി. പിന്നെ നല്ല കൊയിനതിന്റെ കട്ടുകിട്ട അതെല്ലാം കാണും. അപ്പൊ ആര് ചോറ് കൊണ്ടിരുന്ന നമ്മൾ ആസിഫ ഓ ഇന്നേടുന്നോ ചോറ് ഇന്നാളെ വരെ അവർക്ക് അറിഞ്ഞിനി മൊയിലാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ ആരെന്ന് അറിഞ്ഞിന് ഓർക്ക് നല്ല കിട്ടിയപ്പോ അങ്ങനെ പറയും. ഇൻഷാ അല്ലാഹ്. പിന്നെ നോക്കാം നിസ്കരിക്കാം പള്ളിയിൽ ആളെ കാണുന്നു. അസ്സലാമു അലൈക്കും ഇക്ക അതെ നിങ്ങളെ ഓരോരുത്തർ ചോറ് ഇന്ന് വളരെ ഉഷാറായി നിൽക്കണ്ട. വേറെ ഒന്ന് തുറന്നു നോക്കുമ്പോ മണക്കുമ്പോ തന്നെ ദാളിന്റെ മണ പേരുന്നു ഖിയാമത്തിന്റെ ദാള്. ബേജാറാക്കിയുണ്ട് ഉമ്മമാർ ദാള് കൊടുത്ത് ഇയാൾ പറയുന്നത് അല്ലല്ല ഇല്ല വിഷയം പറയുന്ന മാത്രം ദാള്. ഞാൻ ഒരിക്കൽ പറഞ്ഞിനി നമ്മളെ ചോറ് കൊണ്ടുവന്നവരോട് നീ ഒരിക്കൽ ആ കുളിക്കുന്ന മുണ്ട് കൊണ്ട പോയിട്ട് കുളിക്കുന്ന മുണ്ട് കുളിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മുണ്ടില്ലേ അപ്പൊ ചോദിച്ചാൽ എന്തിനു ഉസ്താദെ ഇതിലേക്കൊന്ന് കീയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ബഹുമാനപ്പെട്ട നമ്മള് കൂറത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ മശൂർ തങ്ങൾ അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ നമ്മളെ നാട്ടിലേക്ക് കയറി വന്നു. അല്ലാഹു വലിയ ഇസ്സത്തും ആയുസ്സും ആഫിയത്തും എല്ലാം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളാവശ്യത്തിന് മാത്രം കരുതാൻ താജുൽ ഉലമ തങ്ങളുടെ ഉപ്പാപ്പയുടെ പേരക്കുട്ടി അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും വലിയ ഫവറും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. താജുൽ ഉലമ തങ്ങളുടെ ഉപ്പാപ്പ വന്നിട്ട് ഇവിടെ സമാപനത്തിന് നമുക്ക് ദ്വാരുന്ന ഓർമ്മയില്ലേ? അല്ലാഹുവേ ആ മുഖം നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് നീ കാണിക്കണം റബ്ബേ. നിന്റെ സ്വർഗത്തിൽ ആ മുഖം കാണാൻ ഈ പാവങ്ങളെ നീ അതിനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു സുഖമില്ലാ സമയത്ത് ആ സോക്കണ്ട അവസ്ഥ കൊണ്ട് കരഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ തലക്കതിച്ചിട്ട് പറഞ്ഞു ബേജാറാവണ്ട ദുനിയാവിലി നിങ്ങൾക്ക് എന്ത് വരുമ്പോഴും ഞാനത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ഷർറ് വരുമ്പോഴും സഹറ് വരുമ്പോഴും അവിടുന്ന് എനിക്ക് കാവൽ നിന്നു. സജിപ്പത്ത് ഉസ്താദ് എനിക്ക് കാവൽ നിന്നു. അല്ലാഹുവേ അവരെ ദർജ ഉയർത്തണേ റഹ്മാനേ, അവരെ മരുന്ന് തരണേ അല്ലാ. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്തിന് കരയുന്നു? ഞാൻ മരിച്ചു പോകുമ്പോ നിങ്ങൾക്ക് ബേജാറാവണ്ട, കരയണ്ട. ഞാൻ മരിച്ചാലും ഈ ലോകത്തുനിന്ന് ഞാൻ പിരിഞ്ഞു പോയാലും നിങ്ങളാരെയും നിങ്ങളെ കൈവിടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. ആ ബഹുമാനപ്പെട്ടവരുടെ ശുപാർശ റെക്കമെൻഡ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അവര് വന്നിട്ട് നമുക്ക് നേതൃത്വം തന്നിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ടവർ റബ്ബിന്റെ വിധി അനുസരിച്ച് 94 വയസ്സ് ജീവിച്ചു നമുക്ക് വേണ്ടുത്തരവരക്കുണ്ട്. അല്ലാഹു എല്ലാം തന്നു, ഇൽമു തന്നു, ഹിദായത്ത് തന്നു, എല്ലാം അവർ മുഖേന അല്ലാഹു തന്നു. ഇവിടെ ഇരിക്കുന്ന മദനികളുണ്ട്, ആലിമീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഫഖാഹ് ബേക്കൽ ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്നോട് പറഞ്ഞു, ഹുസൈൻ സൈദി എനിക്ക് എന്തെല്ലാം ഇൽമുകളുണ്ട്, പള്ളിക്ക് കുറ്റിയടിക്കുന്നത്, കിബിലതിരിക്കുന്നത്, അങ്ങനെ എന്തെല്ലാം ഗോളശാസ്ത്രങ്ങളും സകല ഇൽമുകളും എനിക്ക് പഠിപ്പിച്ചത് എന്റെ ശൈഖായ ഉള്ളാളത്തോറാണ്. കരഞ്ഞിട്ടൊരു പ്രാവശ്യം കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മഞ്ചനാടി മുദർറിസായിരുന്ന എൻ.എം. ഉസ്താദ് നമ്മളെ തോക്ക സഖാഫി ഉസ്താദിന്റെ പ്രധാന ഉസ്താദാണ്. മൂപ്പരൊരുക്കം മഞ്ചനാടിയിൽ പരിപാടിക്ക് പോയപ്പോ എന്നോട് റൂമിൽ വെച്ചിട്ട് പറഞ്ഞു, ഹുസൈൻ സൈദി എനിക്കുള്ള ഈ ഇൽമു മുഴുവനും എന്തെങ്കിലും എനിക്കറിയുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദും എൻ.എം. ഉസ്താദും എപ്പോഴും അവിടെ ബേക്കൽ മഞ്ചനാടിൽ പോയി ഇൽമിയായ ചർച്ച നടത്താറുണ്ട്. രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞിട്ട് അവർ ഇൽമിന്റെ രസം കിട്ടിയവരാണ്. ഓറും പറഞ്ഞു എല്ലാം എനിക്ക് ഇത് ബഹുമാനപ്പെട്ട ഉള്ളാളത്തോറുന്നാണ്. മരിച്ചുപോയ ചെമ്പരിക്ക ഖാദി എന്റെ ഉസ്താദാണ്, CM ഉസ്താദ്.
ഉസ്താദ് മംഗലാപുരം ഖാദി അല്ലാഹു ഖബർ അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഓരൊരിക്കൽ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ക്ലാസ് എടുക്കുന്നത് ഈ ഗോളശാസ്ത്രവും നിസ്കാരത്തിന്റെ ടൈമും അതും കാര്യങ്ങളെല്ലാം എനിക്കുള്ള ആളത്തോറ് പഠിപ്പിച്ചതാണ്. എത്ര അലിമീങ്ങള്, എത്ര വലിയ വലിയ ഔലിയാക്കള്, അതെല്ലാം ഓരോരുത്തർ പഠിച്ച ആളുകളാണ്. ഓറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നമ്മൾ വിടൂല, നിങ്ങളെ കൈവിടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമാധാനത്തിലാണ്. അല്ലാഹുവേ, മഹാന്മാർക്ക് ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാനും ഞങ്ങളെ ഏറ്റെടുക്കാനും ഞങ്ങൾക്ക് മദത് നൽകാനും നീ അവർക്ക് ഓർമ്മ കൊടുക്കണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളോട് പറഞ്ഞത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ പ്രവേശിക്കുമ്പോ പൂർണ്ണമായിട്ടും ദീനിൽ പ്രവേശിക്കണം, ദീനിൽ കടക്കണം. നിനക്ക് തോന്നിയെടുത്ത് മാത്രം നീ മുസ്ലിം, നിന്റെ മനസ്സിൽ പറ്റാടത്ത് നീ യഹൂദി, അവിടെ നീ നസ്രാനി, അല്ലെങ്കിൽ വേറൊരു മജൂസി ആയിക്കൂടാ. അല്ലാഹു കാക്കട്ടെ. എല്ലായിടത്തും നീ മുസ്ലിം. കല്യാണത്തിന്റെ ഞാൻ പറഞ്ഞു 11 മണിക്ക് നിക്കാഹ്, സാറുമാര് പറയും 11 മണിക്ക് നിക്കാഹ് നടത്തിക്കോ. എന്താ 12 മണിയാകുമ്പോ നിക്കാഹും ഭക്ഷണം എല്ലാം കഴിയും. 12 മണിയാകുമ്പോ അത്യാവശ്യം ഭക്ഷണം കഴിച്ചിട്ട് കഴിയും. 2 മണിയാകുമ്പോ ഹാളിലെ മംഗലം കഴിഞ്ഞു. ആണും പെണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി. ഒരാളെ ദുഹർ നിസ്കാരം ഖളാവൂല, ഒരു നിസ്കാരം ഖളാവൂല ദുഹർ. അതായിരുന്നു നമ്മളെ മശായിഖന്മാര്. പെണ്ണുങ്ങടക്കം പോയിട്ട് തീർന്നു. 2 മണിയാകുമ്പോ ചോറ് വെച്ചിട്ട് തീർന്നു. ഇപ്പൊ എപ്പോഴാ നിക്കാഹ്? വൈകുന്നേരം 5:30 മണിക്ക്. പള്ളിയിൽ ഖത്തീബിന് ശമ്പളം വാങ്ങുന്നവന് പോകാണ്ട് നിവൃത്തിയുണ്ട, പോയില്ലെങ്കിൽ ഓന് പണിയുണ്ട, ശമ്പളം ഉണ്ട. ഒരുത്തനോട് ഞാൻ ചോദിച്ചാൽ എന്തിനാ അങ്ങനെ ആക്കുന്നത്? അപ്പൊ പറഞ്ഞു രാത്രിയും പകലും രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങക്ക് തിരിഞ്ഞിട്ടില്ല, പഠിച്ചോളി. രാത്രിയും പകലും രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട്. 5:30 മണിക്ക് തുടങ്ങി രാത്രി 10 മണിയാണല്ലേ, പകലും കിട്ടി രാത്രിയും കിട്ടി. അങ്ങനെ ഈ അറഫയിന്ന് മുസ്ദലിഫക്ക് പോകേണ്ടടുത്ത് പറയുന്നുണ്ട്. അറഫയിന്ന് മുസ്ദലിഫക്ക് പോകുന്നിടത്ത് പറയുന്നുണ്ട്, മഗ്‌രിബിന്റെ ശേഷം അറഫയിന്ന് എന്താക്കണം, മുസ്ദലിഫക്ക് പോകണം. എന്തിനാ? രാത്രി പകൽ കിട്ടാൻ വേണ്ടി, അറഫയിൽ കിട്ടാൻ വേണ്ടി. ഈ കുരുത്തം ഘട്ടം പറയുന്നുണ്ടാ. ഇത് ഓന്റെ പൈസന്റെ ടെമ്പറാണ്. ഇതിനേക്കാളും വലിയ ടെമ്പറുള്ള പൈസക്കാർ ഇവിടെ വന്നിനോടോ. അവനൊക്കെ ഭൂമി പിടിച്ചിട്ട് ഇപ്പോഴും മെഴുകുന്നുണ്ട്. ഞാനും നീ ഓന്റെ ചെരുപ്പെടുക്കാൻ പറ്റൂല. ഏഷ്യയിലും ലോകത്ത് എവിടെയും അങ്ങനത്തെ ഒരു പണക്കാരനില്ല. ഓൻ ഇപ്പോഴും ഭൂമിനടിക്ക് താണുകൊണ്ടുണ്ട്. ഓൻ പറഞ്ഞ മറുപടി ഇങ്ങനെ തന്നെയായിരുന്നു. മൂസാനിവിടെ മൂസ, നിങ്ങളെ പണി നിങ്ങളെടുത്തോളി, നിങ്ങളെ പണി ഇങ്ങെടുത്തോളി, പോ മൂസ. ബനി ഇസ്രായേലിലെ മൂസാ നബിയോട് പറഞ്ഞാണ്. ഓ എന്തായി? ഓ ഭൂമിന്റെ അടിക്ക്. അപ്പൊ എന്താ ഉസ്താദ് ഇപ്പാരും ഭൂമി അടിക്ക് പോകാത്തത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ നിന്ന് ആരന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തുആഖിദ്നാ. അവൻ റസൂലിന്റെ അവസാനം നിങ്ങെന്താ ഒരു സപ്പോർട്ടില്ല. لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما عملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به فاعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. നിങ്ങൾക്ക് അദ്ദാദിൽ ഓതുന്നില്ലേ? ഇതാണ് ചെല്ലുന്നു. അല്ലാത്തവന് മൊബൈൽ പിടിച്ചിട്ടാണ് മസാല പറയുന്നുണ്ടാവും. മാർഗത്തിൽ റോട്ടിലെ പോകുമ്പോക്ക് ആ പൊടി ധൂളുന്ന ഒരു പാമ്പ് വന്നിട്ട് ഒരു കൊത്തൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അദ്ദാറ് ചെല്ലിയില്ലെങ്കിൽ ഒരു അരപാമ്പും കൊത്തൂല. കുത്തുബി തങ്ങള് അദ്ദാറ് ചെല്ലിയിട്ട് പോയിട്ട് വൈക്കെത്തുമ്പോ ഒരു പാമ്പ് വന്നിട്ട് കൊത്തി. വലിയ വിഷമുള്ള പാമ്പ്. ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, നീ നിന്റെ വിഷം എന്റെ ശരീരത്തിൽ കയറ്റിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി നീ കൊത്തിയതല്ലേ? നിന്റെ വിഷത്തിൽ എന്നെ കൊത്തിയിട്ട് വിഷം അങ്ങോട്ട് വന്നേടാ, നീ ചത്തുപോകൂടാ. അപ്പൊ എന്നെ പാമ്പ് ചത്ത്. കുത്തുബി തങ്ങളെ കടിച്ച പാമ്പ് ചത്ത്. കുത്തുബി തങ്ങൾക്ക് വിഷം കയറിയിട്ടില്ല. മൂപ്പര് പറയാണ്, ഞാൻ അദ്ദാറ് ചെല്ലിയിട്ട് വന്നതാണ്. നീ അദ്ദാറിലൂടെ നടക്കുമ്പോ നീ പോയിട്ട് പിറ്റേന്ന് ഉസ്താദേ അസ്സലാമു അലൈക്കും, ഞാൻ കങ്കനാടിയിലുണ്ട്, മുല്ലർസിലി, എന്റെ മുല്ലർസിലി ചാവ് പാമ്പ് എത്തി. ഏടന്ന് നിസ്കരിച്ചിട്ട് പോകുമ്പോ അദ്ദാറ് ചെല്ലിയിട്ടില്ല. അതെന്നാ ഞങ്ങൾക്ക് വേണ്ടി ചെല്ലണ്ട, മുനീർ സക്കാഫിക്ക് വേണ്ട, സദർ ഉസ്താദിന് വേണ്ട, റഹ്മാൻ പള്ളിന്റെ ഇമാം, പഞ്ചളത്തെയും ആർക്കും വേണ്ട.
നിനക്ക് വേണം, നിനക്ക് ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും. പാമ്പും കടിക്കല, ചേളും കടിക്കല. ആഖിറത്തിലെത്തുമ്പോൾ നിനക്ക് അദ്ദാദിന്റെ ദിക്റുകൾ നിന്നെ രക്ഷപ്പെടുത്തും. വേണമെങ്കിൽ ചൊല്ലിക്കോ. ഇല്ല ഞാൻ പോന്നു, പോയിക്കോ, ഞാൻ സുന്ന ദിക്റ് തല കുത്തിട്ട് മറി എന്തുവേണം ആക്ക്. ദീന് നടത്താൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ല, ദീന് പറയാൻ വേണ്ടി മാത്രം വന്നത്. ദീന് നടത്താൻ വരുന്നുണ്ട് മഹ്ദി ഇമാം. അപ്പൊ നീ ഉണ്ടാവില്ല, ഇനി പിന്നെ നീ മരിച്ചിട്ട് പോകും. മഹ്ദി ഇമാം വരാൻ ആയിട്ടില്ല, കുറച്ച് ടൈം ഉണ്ട്. ഓ അതല്ല കാത്ത്. ആ മഹ്ദി ഇമാം ദീന് നടത്തും, ഈസാ നബി ദീന് നടത്തും, ഹുസൈൻ സാരി ദീൻ നടത്തില്ല, മുൻപ് സക്കാം എടുത്തില്ല, മഹമൂദ് സക്കാം നടത്തൂല, മദനി നടത്തൂല, ആരും ദീന് നടത്തൂല. സുൽത്താനുൽ ഉലമ APS നടക്കൂല, സയ്യിദുൽ ഉലമ തങ്ങൾ നടത്തൂല. ഒരു ദീന് നടത്താൻ വരുന്നില്ല, ഒരു ദീന് പറയാൻ വന്നയാൾ പറഞ്ഞിട്ട് പോയിരു. ഇപ്പൊ നീ എന്താ പറയാറ്? ഞാൻ പറഞ്ഞല്ല, തെളിവെന്താ? അതാ റഖീബത്തി ദീനി പറഞ്ഞു. ഓക്കെ, തീർന്നു. അത്രയേ ഉള്ളൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ നിർത്തി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മഗ്രിബ് 5 മണിക്ക് നിക്കാഹ് ആക്കിയിട്ട് 5:30 മണിക്ക് നിക്കാഹ് മൊയിലാറ് പോയി, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിച്ചിട്ട് നിക്കാഹ്. ആര് നിസ്കരിക്കുന്ന? മൊയിലാറ്. നിങ്ങ മഗ്രിബ് നിസ്കരിച്ചാണൊക്കെ വന്നിരി, ഞങ്ങ ഹാളിലുണ്ടാവും. നീ ഇതിന്റെ ജാതി മുസ്ലിം. അടുത്ത പ്രസിഡന്റ്, അടുത്ത സെക്രട്ടറി, ജമാഅത്തിന്റെ മെമ്പർ, മുസ്ലിം ജമാഅത്ത്, SBS, SSF ബേറാക്കിറുണ്ട്, അല്ലെങ്കിൽ SKSSF, SBS, ആ സമസ്ത, ഈ സമസ്ത ജമാഅത്തിന്റെ കുറെ കൊല്ലത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി. നീ ആരെ ഉള്ളത്? ഞാൻ ഹാളിലി. ഞാൻ നിർത്തി. ജാഗ്രത ആയിക്കോ. ഒരു അസർ നിസ്കാരം ഖന്തക്ക് യുദ്ധത്തിൽ ഒരു അസർ ഖളാ ആകാനാകുമ്പോ, അല്ലെങ്കിൽ അവർ ഒരു അസർ നിസ്കാരം ആ യുദ്ധത്തിൽ വെച്ച് ഖളാ ആയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി ദുആറന്നു, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ. നമ്മളെ അസർ നിസ്കാരം ഇവരെ കാരണം കൊണ്ടാണ്, ഈ ശത്രുക്കളെ കാരണം കൊണ്ട്, ഈ യുദ്ധത്തിൽ വെച്ചിട്ട് ഇവിടെ ഈ ഖന്തക്ക് കുഴിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് ഖളായി പോയി. ഈ അസ്ർ നിസ്കാരം ഖളാക്കാൻ കാരണക്കാരെ ഖബറിനെ നീ തീയാൽ അല്ലാഹു തുറക്കട്ടെ. മലല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ. ഒരേ അസ്ർ നിസ്കാരം നിന്റെ മോളെ കാരണം കൊണ്ട്, നിന്റെ നിക്കാഹിന്റെ കാരണം കൊണ്ട് എത്ര ആളെ അസർ, എത്ര ആളെ മഗ്രിബ്, എത്ര ആളെ ഇശാ മൂക്കറ്റം തിന്നിട്ട് രാത്രി വന്നിട്ട് അങ്ങനെ കടന്നിട്ടുറങ്ങി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. അതുകൊണ്ട് മാന്യമായിട്ട് നമ്മളെ പൂർവികന്മാർ ചോദിച്ച പോലെ നിക്കാഹിന്റെ സമയം ചോദിച്ച് അതിന്റെ സമയം കണ്ടിട്ട് ഒരു നിസ്കാരം ഖളാ ആവാതെ ആണുങ്ങളെ പെണ്ണുങ്ങളെ രാത്രി കല്യാണത്തിന് പോയിട്ട് നിന്റെ മക്കൾ മുഴുവനും റിസോർട്ടിൽ ഇങ്ങനെ കറങ്ങാണ്. ഇപ്പൊ ആള് പോയി റിസോർട്ട് പൈസ കൂടുന്തോളും പുറത്ത് പോയി. നിന്നെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല, നിന്നെ നിയന്ത്രിക്കുന്നില്ല. നീ പോയിക്കോ, നിന്റെ കയറൂരി വിട്ടിട്ടുണ്ട്, പോയിക്കോ. നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്. പിടിക്ക് ഫഗുല്ലു, ചങ്ങലയിട്ട് കെട്ട് സുമ്മസല്ലു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കെട്ട്, അവനെ പിടിച്ച് കെട്ട്, ചങ്ങലയിട്ട് കെട്ട്. മുമ്പിലെ ടെമ്പർ കാണിച്ചിട്ട് എന്ത് നിസ്കാരം, എന്ത് മഗ്രിബ്, എന്ത് മൊയിലാരി, എന്ത് കാളി, എന്റെ പൈസ ഞാനാക്കും, ഞാൻ വെക്കും എന്ന് പറഞ്ഞവനെ കെട്ടു, നിന്നെ കെട്ടും. ജാഗ്രതയായിക്കോ. അല്ലാഹു ഉമ്മത്തിനെ കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്ന് പുറത്തു പോയിട്ടുള്ള കല്യാണങ്ങളും വിരുന്നുകളും സൽക്കാരങ്ങളും, ഇപ്പോ തൊട്ടില് കെട്ടുന്ന ഹാളി, തൊട്ടില് കെട്ടുന്ന കജമ്പെടുക്കുന്ന കജമ്പല്ലേ, കജമ്പെടുക്കുന്നത് ഹാളി. ഞാനൊരു സ്ഥലത്ത് എന്നെ വിളിച്ചു, അസ്സലാമു അലൈക്കും സാറല്ലേ? അതെ, എന്റെ കിടായിന്റെ മറ്റേത് എന്റെ മോളെ തൊട്ടിൽ കിട്ടുന്നു. എവിടെ? ഹാളി. പോരന്റെ ഉള്ളിൽ ആ പെണ്ണ് പ്രസവിച്ച് കിടന്ന റൂമില്ലേ, ബെഡ്റൂം, അറയിൽ ആടെ ഒരു തൊട്ടിലിട്ടിട്ട് ആ തൊട്ടിൽ കിടായിനെ കിടത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. അതാ നമ്മളെല്ലാം പണ്ട് കിടത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോലത്തിലായത്. ഇനി ഞങ്ങളെ കോലത്തിൽ നിന്റെ ഈ ഹാളിൽ കെട്ടിയതാവല്ല, അത് നീ ആവുന്ന വിചാരിച്ചറിയും വേണ്ട.
അവൈലബിൾ അന്ന് വേറെ സാമാനം തന്നെ യഹൂദിയ നസറാനിയ മജൂസിയ ഖുദ്ദൂസിയ എന്തെങ്കിലും തെരീഖത്ത ഷൈത്താനോ എന്തോ ആയിട്ട് പോലും അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ പൊരന്റെ ഉള്ളിൽ നടത്തേണ്ട ഒരു തൊട്ടില് കെട്ട് ഹാളിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് ഒരു കജമ്പെടുക്കുന്നത് ഹാളിൽ വെച്ച്, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് എവിടുന്ന് കിട്ടി? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇത് നസാറ സമ്പ്രദായമാണോ, യഹൂദികളുടെതാണോ, മജൂസിയക്കളുടെതാണോ, മറ്റു സമുദായത്തിൻ്റെതാണോ നീ ഏറ്റെടുത്തത്, നീ കൊണ്ടുവന്നത് എങ്കിൽ നീ അന്തം ഇന്നും നീ അവരിൽപ്പെട്ടവനാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, എന്റെ പൊന്നു ഉമ്മമാരെ, അള്ളാന്റെ ദീനിനെ വിട്ടിട്ട് നിങ്ങൾ കളിക്കരുത്. മയ്യത്ത് മാത്രം ഉച്ചിലത്തേക്കോ തലപ്പാടിക്കോ കേസി റോഡ് പള്ളിന്റെ അടുത്ത് കൊടുത്തിട്ട് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. മുക്രിക്ക തൽക്കീൽ ഓതിയിട്ടും കാര്യമില്ല. നിന്റെ ജീവിതം ശരിയണ്ട. നീ ജീവിച്ച കാലത്ത് മുഴുവനും അള്ളാന്റെയും റസൂലിന്റെയും ആ നടപടിയിലായിട്ടുണ്ടോ എങ്കിൽ ജീവിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ കൂറത്ത് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. എപ്പോഴും നമ്മളെ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മമാരെ ബാല്യക്കാരെ, അള്ളാന്റെ ദീൻ കൊണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് അവിടുത്തെ മകൻ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അല്ലാഹു ആ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാം അല്ലാഹു ദീനിൽ ഉറച്ചു നിന്ന് ദീൻ എന്ത് പറയുന്നുവോ അത് ചെയ്യാൻ, നിക്കാഹിനും കല്യാണത്തിലും കൊട്ടുന്നിടത്തും കജമ്പെടുക്കുന്നിടത്തും സുന്നത്ത് കല്യാണാക്കുന്നിടത്തും വേഷെടുക്കുന്നിടത്തും മുടി കളയിക്കുന്നിടത്തും എല്ലാം അള്ളാഹും അള്ളാന്റെ റസൂലും എന്ത് പറഞ്ഞോ, നമ്മളെ അയിമ്മത്ത് ഇമാമികൾ എന്ത് പറഞ്ഞോ, നമ്മളെ മശായിഖന്മാർ എന്ത് പറഞ്ഞോ ആ നിലക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തി. ഇവിടെ കുറച്ച് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി തങ്ങൾ ദ്വാരക്ക് അവസാനം ഒരു 4 ആട് നമ്മുടെ ജലീൽ ഉസ്മാൻ ചാൻഡവൻ ആട് ഒന്ന് തോന്നിട്ടുണ്ട്. പിന്നെ മക്കളുണ്ടാകാൻ നേർച്ചയാക്കിയിട്ട് മക്കളുണ്ടായി ആട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വീട്ടിൽ നിന്നൊരു ആട് നേർച്ചയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടി ആട് നേർച്ചയാക്കി ഒരു 4 ആട് ഇവിടെ കൊടുന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരണപ്പെട്ട ഉമ്മ ഉപ്പാന്റെ പേരിൽ 501. പിന്നെ മകൾ ഗൾഫിൽ ഉണ്ട്, ഉദ്ദേശിക്കുന്ന ജോലിയിൽ സ്ഥിരമായി കിട്ടാൻ വേണ്ടി 313. പിന്നെ ഒരു മരണപ്പെട്ട ഉമ്മ ഉപ്പാന്റെ പേരിൽ ഈ വയർക്കാൻ വേണ്ടി 1313. മഹമൂദ്, നമ്മളെ മഹമൂദ് ഉണ്ടായിരുന്ന മഹമൂദ് അല്ല ഹോട്ടൽ മോണിച്ച് അവരെ പേരിൽ വയർക്കാൻ 313. മരിച്ചവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. മരിച്ച ഉപ്പയുടെയും കുടുംബത്തിന്റെ പേരിൽ 756. കുഞ്ചത്തൂറിലെ നഫീസ എന്ന പെണ്ണുങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി 1565. KC നഗറിലെ ജമീല എന്ന പെണ്ണുങ്ങൾ 501. പിന്നെ പഞ്ചഗുഡയിൽ ആയിഷ തയ്യാറാക്കാൻ 501. ഹബീബിന്റെ ഭാര്യ ഫിറോസ് 313. പിന്നെ നമ്മളെ ഖാദർ മേസ്രി ആജിയാർ മർഹൂം അല്ലാഹു അയാളെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അയാളെ ഖിദ്മത്തെടുത്തുകൊണ്ടായിരുന്ന ജഗദീഷ് ജഗൻ എന്ന് പറയുന്ന ആള് മുസ്ലിം സുഹൃത്താണ്. അവന് 10,000 ഉറുപ്പിക ഖാദർ മേസ്രിന്റെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി ആ ജഗദീഷ് തന്നിട്ടുണ്ട്. കണ്ടോ, ആ ജഗദീഷിനെ ആ നിലക്ക് പോറ്റി വളർത്തിയതിന് ഒരു അമുസ്ലിം ആണെങ്കിലും ഖാദർ മേസ്രി ആൾക്ക് എല്ലാ കൊല്ലവും ഒരു 10,000 ഉറുപ്പിക ആ ജഗൻ ഇവിടെ എത്തിക്കാറുണ്ട്. ആ ജഗദീഷിന്റെ മകളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ജോലിയിലും അവന്റെ ജീവിതത്തിലും പടച്ചവൻ ബർക്കത്ത് കൊടുക്കട്ടെ. ഖാദർ മേസ്രിക്ക് ആ 10,000 ഉറുപ്പികന്റെ മിഥിൽ സവാബ് അള്ളാഹു ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ബാക്കി എല്ലാവർക്കും ദ്വാരക്കും. ഇബ്രാഹിം പഞ്ചകുട്ട മരിച്ച ഉപ്പാന്റെയും പേരിലും ഉമ്മാന്റെ രോഗം ഷഫിയാകാൻ വേണ്ടി 500. പിന്നെ ഹനീഫ് ഒരാടിന്റെ വകയായിട്ട് ഗൂഗിൾ പേയിൽ 5,000 ഉറുപ്പിക അയച്ചിട്ടുണ്ട്. അൽത്താഫ് പറഞ്ഞതാണ്. അത് ഇസ്മായിലിന് അവിടെ കിട്ടിയിട്ടുണ്ടാകും, റഷീദ് കൊടുത്തിട്ടുണ്ടാകും. അത് ഗൂഗിൾ പേയിൽ അവർക്ക് അയച്ചതാണ്. പിന്നെ ഒരു ചെറുപ്പക്കാരൻ 10,000 ഉറുപ്പിക തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏൽപ്പിക്കും, ഇവിടെയോ അവിടെയോ ഏൽപ്പിക്കും. അത് മംഗലാരത്തുള്ളത് കൊണ്ട് വിളിച്ചു പറഞ്ഞതാണ്. പിന്നെ നമ്മളെ പൊടിയ മൊയിലാര് കണ്ണ് ഓപ്പറേഷനായിട്ട് ഉണ്ട്. അയാൾ 2,000 ഉറുപ്പിക തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ 2 ആളുകൾ 313 പോലെ. പിന്നെ മൊയ്തീൻ ബാവ ഉമ്മാക്ക് നല്ലോണം കഴിയുന്നില്ല, സുഖമില്ലാതെ ഉണ്ട്, 1,000 ഉറുപ്പിക ദ്വാരക്കാൻ തന്നിട്ടുണ്ട്. മറ്റു ചില ആളുകളും തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കും അല്ലാഹു ഈ ഏൽപ്പിച്ചവർക്കും ആടും നേർച്ചൊക്കെ തന്നവർക്കും നമ്മളെ ദിക്റുൽ ബർക്കത്ത് കൊണ്ട് താജുൽ ഉലമയുടെയും ഖുറത്ത് തങ്ങളെയും അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മുറാദ് ഹാസിലാക്കി
ആഫിയത്ത് എല്ലാവരും ആമീൻ പറഞ്ഞേ. അള്ളാഹു എല്ലാവർക്കും അവരവരെ മുതാദ് അള്ളാഹു ആസിലാക്കി കൊടുക്കട്ടെ. മക്കളെ, രോഗം അള്ളാഹു ഷിഫിയാ കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ അവിടെ കൊടുത്ത ലീസ്റ്റ് ഉണ്ട്. അത് ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കുന്നതിന് മുമ്പ് ഇവിടെ വായിച്ച് ദ്വാരക്കും. റബ്ബേ, ആരെല്ലാം ബഹുമാനപ്പെട്ട ദിക്റിന്റെ മജ്ലിസിൽ സയ്യിദ് അവറുകൾ വരുന്ന ഈ മജ്ലിസിലേക്ക് നേർച്ചകൾ കൊടുത്തിട്ടുണ്ട്. ആണ്, പെണ്ണ്, ചെറുത്, വലുത്. ഇതിന്റെ തുടക്കത്തിന്റെ ഒരു ദിവസം മുമ്പ് ദിക്ർ ഹൽക്കന്റെ മജ്ലിസിലാണ് 7 കിൻഡൽ അരി നമ്മൾ ഇടിച്ചത്, അതുപോലെ 3 കിൻഡൽ ആട്ടിറച്ചി ഇടിച്ചത്, അതിനു വേണ്ടിയുള്ള നെയ്യും മറ്റേ തേങ്ങാതും ഇതും ഒക്കെ ഇടിച്ചവർ ആദ്യം മുതൽ ഇന്നേ വരെ ഇടിച്ച മുഴുവൻ ആളുകളെയും പഠിച്ചോനെ ആ ദിക്ർ ഹൽക്കന്റെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ല, ആപത്ത് കൊടുക്കല്ലേ അല്ല, കഷ്ടത്തിലാക്കല്ലേ അല്ല. ഏറ്റെടുക്കാൻ കഴിയാത്ത രോഗം തന്നിട്ട് ഞങ്ങൾ അവരെയും നീ ആസ്പത്രിയിൽ കടത്തല്ലേ അല്ല. ആസ്പത്രിയിൽ രോഗത്തിൽ കടന്നിട്ടുള്ള കുറെ ആളുണ്ട്. ഞങ്ങൾ ഉസ്താദുമാർ, മശായിഖന്മാർ, സയ്യിദന്മാർ, റബ്ബെ എല്ലാവർക്കും ശിഫ കൊടുത്ത് ഏറ്റവും പെട്ടെന്ന് നീ റാഹത്തിലായി കൊടുക്കണേ അല്ല. അതുപോലെ സുഖമില്ലാതെ പ്രായമുള്ള ഉമ്മമാരുണ്ട് അല്ല, നീ അവർക്ക് സലാമത്ത് നൽകണേ റബ്ബെ, നീ ഉദ്ദേശിച്ച സലാമത്ത് നൽകണേ അല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല. അതുപോലെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കും റബ്ബെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അതുപോലെ മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഈ പള്ളിന്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന ആള് പെണ്ണുങ്ങൾ, ഈ അടുത്തായിട്ട് മുമ്പായി മരിച്ചവർ തലപ്പാടിയിലും കേവ്സിലെത്തും, അതുപോലെ നമ്മളെ പരിസരത്തുള്ള ജമാഅത്തുകളിൽ ഈ പള്ളിയുമായും ദിക്റുൽക്കയുമായി ബന്ധപ്പെട്ട് എവിടെയെല്ലാം ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെല്ലാം ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. മഹാനായ താജുൽ ഉലമയോടൊപ്പം, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയോടൊപ്പം, ശംസുൽ ഉലമയോടൊപ്പം, ഖുറത്ത തങ്ങളോടൊപ്പം, അതുപോലെ ഈ അടുത്തായി മരിച്ച നമ്മുടെ മായും മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസാർ, അങ്ങനെ തുടങ്ങുന്ന നിരവധി ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, മഹാന്മാര് എല്ലാം മരണപ്പെട്ടു. അവരെല്ലാം ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവര് ഞങ്ങളെ ഉമ്മ വാപ്പാമാരോട് കൂടി ഉസ്താദന്മാരോട് കൂടി ഈ ദിക്ർ ഹൽക്കനെ സ്നേഹിച്ച് ഇവിടുത്തെ പള്ളിക്കും മദ്രസക്കും നിർമ്മാണത്തിനും തന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് അവര് ഞങ്ങളെല്ലാം നീ സ്വർഗത്തിൽ ഈ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ ദിക്ർ ഹൽക്കന്റെ വാർഷികത്തിന്റെ മജ്ലിസ് നീ ആക്കല്ലേ അല്ലാഹ്. ഇനിയും കുറെ ദിക്ർ ചൊല്ലാനും ദിക്റിന്റെ മജ്ലിസിലേക്ക് വരാനും ഞങ്ങൾക്കും ഞങ്ങളെ ആലിമീങ്ങൾ ഇവിടെ വന്ന എല്ലാവർക്കും നീ ആയുസ്സും ആഫിയത്തും നീട്ടിത്തരണേ അല്ലാഹ്. അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട